വായിക്കാൻ പോലും വയ്യ. ഒന്നും പറയാനില്ല. വെറുതെ ഇവന്മാർക്ക് എക്സ്പോഷർ കൊടുക്കല്ലേ. അത് എനിക്കും അത് തന്നെയാണ് പറയാനുള്ളത്. ഒഫീഷ്യൽ ഗ്രൂപ്പ്സ് ഹാൻഡിൽ ചെയ്യുന്ന രീതി. ദിനേഷ് ബി ഡി 555 വെരി നൈസ്. ഒഫീഷ്യൽ ഗ്രൂപ്പാണേ. ആർ പി ആയിട്ട് മാത്രം കാണുന്നവരാണേ. കമ്മ്യൂണിറ്റി നന്നാക്കാൻ വേണ്ടി, ടോക്സിസിറ്റി കുറയ്ക്കാൻ വേണ്ടി വന്നതാണേ. ഫ്രസ്ട്രേഷൻ ഇല്ലാത്തവർ. ലെഗസി താങ്ക് യു സോ മച്ച്. സ്നൈപ്പ് DC നോക്ക് ചേട്ടാ. സ്നൈപ്പിന്റെ അത് മറ്റേ ഫേക്ക് പറയുന്ന വീഡിയോ ആണ്. എന്ത് ഫുൾ വീഡിയോ? അത് ഇന്ന് ലൈവില് പറഞ്ഞ സാധനം തോന്നുന്നു. അത് ഇങ്ങോട്ടൊന്ന് ഇടാവോ? എനിക്ക് സ്നൈപ്പിന്റെ VC ഇവിടെ കാണിക്കുന്നത്. അതിന്റെ DP എന്താടാ? അത് ഒത്തിരി ഉണ്ടെണ്ണോ. ഫുൾ ലൈവിലുള്ള ക്ലിപ്പ് എന്തോ. ഫുൾ ലൈവ് 59 മിനിറ്റ്. ഇവിടുത്തെ ട്രോൾസ് അത് ഒരു വീഡിയോ ആണോ? ഇന്നത്തെ ലൈവാന്ന് തോന്നുന്നത്. എടാ ഇത് ഞാൻ കണ്ടിരുന്ന് പറഞ്ഞ ഞാൻ അപരാധിക്കും. ഞാൻ നിക്ക് കേക്കാം. വാ കുറച്ച് കാര്യം ഈ കൊട്ടക്ക് പക്ഷെ ഒരു കാര്യമില്ല. ഞാൻ ഇന്നലെ നോക്കുമ്പോഴേ, ഞാൻ ഇന്നലെ ഇവിടെ നിങ്ങൾ നോക്കണം, ഞാൻ ഇന്നലെ ഇവിടെ മറ്റേ പോർച്ചുഗൽ പോർച്ചുഗലിൽ നിന്ന് മാറി ഞാൻ ഫ്രാൻസ് ആയി എന്നൊക്കെ പറഞ്ഞ് ഫണ്ണായി ഒരു അരമണിക്കൂർ ലൈവ് ഇട്ട് പോയി പുറത്തുനിന്ന് ഫുഡ് കഴിച്ചു കണ്ട് ഇവിടെ കടന്ന് ഞാൻ ഉറങ്ങാൻ വേണ്ടിയാണ് നിന്നപ്പം ഭാഷൻ്റെ അടുത്ത് വിളിച്ചുകൊണ്ട് ഇങ്ങോട്ട് മാതിരി പറയുന്നത് ഷെയ്ക്കിനൊക്കെ ഇരുന്ന് അവിടെ ആരാധിക്കണമായിരുന്നു. ആര് അപ്പോൾ ഈഗിളിരുന്ന് ആരാധിക്കാണ്. ഈഗിളൊന്ന് വിളിച്ചുകൊണ്ട് എന്താ സംഭവം ചോദിച്ചോക്ക്. ഈകളല്ലേ എന്തെങ്കിലും ഒന്ന് പ്രശ്നം വരാണെന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്ത് സംസാരിച്ചിട്ട് പറയില്ലാന്നൊക്കെ പറഞ്ഞത് ഈകളെ അല്ലായിരുന്നോ ഒന്ന് സംസാരിക്കാറുണ്ട്. ഞാൻ വിളിച്ചപ്പോ പുള്ളി എന്ത് തന്നെ ഇടിക്കണം എന്നുള്ള മൈൻഡിൽ. മനസ്സിലായോ? പറഞ്ഞോ ഷെയ്ക്കേ, ഞാൻ ലൈവാ, ഞാൻ സ്പീക്കറിലാ, പറ. ഇവ ആരാടാ? ഇവക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ പറഞ്ഞു ലൈവാണെങ്കിൽ ലൈവ് കഴിഞ്ഞിട്ട് വിളിയാ. ഇവ ആരാന്ന് പറഞ്ഞാൽ നീ ഡെയിലി വിളിച്ച് നക്കില്ലേ ഈ രാത്രി സ്ഥിര സമയമാകുമ്പോ? ആ ആളാണ് ഞാൻ നിന്റെ കോൾ ആ സമയത്ത് പ്രതീക്ഷിച്ചതാ. കാരണം നീ എന്നെ ആ സമയത്ത് എന്നും വിളിക്കും രാത്രി ഒലിപ്പിക്കാൻ. ഞാൻ എന്താ ചെയ്യണ്ടേ? എനിക്ക് എന്ത് ചെയ്യണം എന്നറിയത്തില്ല, എവിടെ നിന്ന് ചെയ്യണം എന്നറിയത്തില്ല, ഞാൻ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു. നിനക്ക് അറിയത്തില്ലായിരുന്നു ഞാൻ ആരാന്ന്? നിനക്ക് അറിയത്തില്ലായിരുന്നു? നീ പെട്ടെന്നാണ് ഇന്നലെയാണ് എന്നെ പരിചയപ്പെടുന്നത്. അല്ല ഞാൻ ദീപനോട് ഞാൻ ലൈവിൽ എന്താ പറയാ, എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവന് പിന്നെ ഞാൻ കട്ടാക്കിയാണ്ട് ആരെ ലൈവ് ഇവന്റെ ലൈവ് ഒന്നും ഞാൻ പോയപ്പോൾ ലൈവ് ഒന്നല്ല. പിന്നെ ഞാൻ നോക്കുമ്പോൾ ഡ്രീമറൊക്കെയാണ് ഡ്രീമറിന്റെ ലൈവിൽ ഇരുന്ന് അങ്ങനെ അമ്പി ഞാൻ പറയട്ടെ. അമ്പി എന്നുള്ളൊരു സാധനം ഞാൻ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഞാൻ ഉമ്മാരുടെ പറയുന്നുണ്ട്. എടാ ഈ പറയണ എല്ലാം ഒരു ഫാൻ ഫൈറ്റ് പോലെ കണ്ടാൽ മതി. മെസ്സിനെ പെസ്സിന്നും റൊണാൾഡോനെ പെനാൾഡോ എന്ന് പറയുന്ന പോലെ ഇന്ന അമ്പിന്നും ഓനെ കൊട്ടയെന്ന് വിളിച്ചത് അങ്ങനെ മാത്രം കണ്ടാൽ ഞാനൊക്കെ ആ സെൻസിൽ എടുക്കുന്നുള്ളൂ എന്നുള്ളത് ഞാൻ ഓൾറെഡി ഉമ്മാരോട് പറയണ. ഇവൻ എന്റെ മോൻസിനോടാണെന്നുണ്ടെങ്കിൽ പോലും. പക്ഷേ ഇന്നലെ ഈ അമ്പി എന്നുള്ള പേര് അതേ പറഞ്ഞാ വെയിറ്റ് ആക്കും. ഇവന്റെ വിചാരമുണ്ട് ഇവന്റെ അടുത്ത് മാത്രം എന്താ എടാ വാച്ച് പാർട്ടിയാണോ അവിടെ ും 2 മണിക്കൂർ 3 മിനിറ്റുള്ള വോയിസ്. മനസ്സിലായ? എടാ കുണ്ണേ, നീയാണ് ഈ കമ്മ്യൂണിറ്റിയിൽ ഇങ്ങനെ ഒരു സാധനം റെക്കോർഡ് എടുത്ത് വെച്ച് ഓരോരുത്തർ ഊമ്പിക്കാൻ പറ്റുന്നുള്ളത് നമ്മളടക്കം പഠിപ്പിച്ചത് നീയാണ്. മനസ്സിലായോ? അതുകൊണ്ട് തന്നെ ഈ സാധനം ഞാൻ എടുത്തു വെച്ചു. എന്നെങ്കിലും ഇന്ന് നാളെ ഒന്നുമല്ല, ഏതെങ്കിലും ഒരു കാലത്ത് TV ആയിട്ട് അടി വരുന്ന ഒരു സമയത്ത് എനിക്കിട്ടെതിരെ എന്തായാലും ഈ കുണ്ണ വരുന്ന എനിക്ക് ഉറപ്പേനും. അതുകൊണ്ട് നീ ഇതിൽ പറയുന്ന വോയിസ് വ്യക്തമായിട്ടുണ്ട്. നീ ഇന്നലെ പറഞ്ഞല്ലോ T47 ഞാൻ ഊമ്പിച്ചു, അതേമാതിരി ഞാൻ എടുത്തില്ല, ഞാൻ അമ്പി കളിച്ചു എന്നൊക്കെ. എന്നെ അമ്പി കളിപ്പിച്ചതും എടുക്കാതിരിപ്പിച്ചതൊക്കെ എന്താണെന്നുള്ളതൊക്കെ ഈ 2 മണിക്കൂറിന്റെ ഇത് ഞാൻ കേൾപ്പിച്ച് തന്നിട്ട് പോലും ഇതിൽ ആക്കി നിനക്ക് അതാണ് എനിക്ക് കേൾക്കേണ്ടത്. എന്റെ കയ്യിലാണോ PD? നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഈ PDയിൽ ഞാൻ എല്ലാത്തിന്റെ പ്രൂഫ് ഉണ്ട്. പേഴ്സണൽ കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും പേഴ്സണൽ വിഷയങ്ങളൊക്കെ ഈ പാവപ്പെട്ട ഞങ്ങളോട് പറയുന്നത് അത് ഇവൻ കൂടെ ഊമ്പിക്കൂലാന്ന് എഴുതി വിശ്വസിക്കാണ്ട് പറയണതാ. പക്ഷെ ഇവ അതൊന്നല്ല. ഇവ അതൊക്കെ റെക്കോർഡാക്കി വെച്ചാണ്ട് ഒരു സമയം എടാ വേറൊരു ഞാൻ നിങ്ങളുടെ ഒരു കാര്യം പറഞ്ഞോട്ടെ ഗൈസ്. ഇവൻ എന്നെ ഒരു കോണ്ടാക്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു ഇപ്പം MRC തുടങ്ങി ആ ഒരു പ്രശ്നം ഉണ്ടാവുന്നതിൻ്റെ അന്ന് തൊട്ട് ഇന്ന് വരെ കുറേ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്നെ വിളിച്ചിട്ടുണ്ട്. ഇവൻ്റെ ഏതെങ്കിലും ഒരു വോയിസ് പ്രൂഫ് ഇവൻ എന്നോട് പറഞ്ഞ പേഴ്സണൽ മാറ്റർ ഞാൻ നിങ്ങളുടെ അടുത്ത് കൊണ്ട് കാണിച്ചു തന്നിട്ടുണ്ടോ?
അല്ല ഞാൻ വേറൊരാൾക്ക് കൊണ്ട് കേൾപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ? എൻ്റെ ചോദ്യം അതാ. എങ്ങനെയാണ് ഇവനിങ്ങനെ പറയാൻ പറ്റണം? ഇവനിങ്ങനെ ഇവനെയൊക്കെ വിളിച്ചോണ്ട് വന്ന് നമ്മളിരുന്ന് കേട്ടേന്റെ നമ്മുടെ നിങ്ങൾക്ക് ഒരുപാട് പ്രൂഫ് ഉണ്ട് മുത്തേ. ഇന്റെ അടുത്ത് വിളിച്ചാണ്ട് ഒരു ദിവസം പറഞ്ഞു ഇതേമാതിരി ഞാനും റാമ്പും മാക്കും കൊട്ടന്റെ ഇങ്ങനെ ഇരുന്നാണ്ട് വർത്താനം പറയാം. കൊട്ടൻ തന്നെ ഞാൻ വിളിക്കുള്ളൂ. സീരിയസ്ലി പറയാം. ഇവനോട് എനിക്ക് പറയാം കുറച്ച് സ്നേഹവും കുറച്ച് റെസ്പെക്ട് ഉണ്ടായിരുന്നു. ഇന്നേ വരെ ഇന്റെ ലൈവില് മോശമായിട്ട് ഈ ചങ്ങനെ പറ്റി കൊട്ടേന്നോ ചട്ടീന്നോ അല്ലെങ്കിൽ പി വി എക്കെതിരോ ഒന്നും ഞാൻ സംസാരിച്ചിട്ടില്ല. കൊണ്ടുവരാം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിന് ഒന്നും സംസാരിച്ചില്ല. ലൈവ് ഒന്ന് സംസാരിച്ചാൽ നിനക്ക് നല്ല വെളിയേക്കുമെന്ന് അറിയാവുന്നത് കൊണ്ട് നീ ഓഫ്ലൈനിൽ ഇരുന്ന് തന്തലാഴി പറയണത് നീ തന്നെ എന്നോട് ഒന്ന് സമ്മതിച്ചല്ലേടാ അമ്പിയെ. നീ തന്നെ എന്നോട് സമ്മതിച്ചല്ലേടാ അമ്പി. അതിപ്പോ റാംബോ ഒക്കെ ചിലപ്പോൾ പൊക്കിക്കൊണ്ട് വരും. അന്നേരം ഈകൾ അതങ്ങ് ക്ഷമിച്ചേക്കണമെന്ന്. മുമ്പ് വരെയുള്ള എല്ലാ ലൈവ് നോക്കിക്കോട്ടെ. നമ്മളായിട്ട് പോയിട്ടില്ല. നമ്മെ തൊലിച്ചാണ്ട് എനിക്ക് വിറ്റുകാണ്ട് ആരെങ്കിലും ഇരുന്ന് ചൊറിഞ്ഞുകാണ്ട് വെറുതെ എറിഞ്ഞിട്ട് കണ്ടു കേസ് അറിയാഞ്ഞിട്ടോ അതാ കഴിഞ്ഞിട്ടൊന്നല്ല. ഞാൻ ഇതുവരെയാണ് ഫോൺ അടിച്ചു പോയാ അങ്ങോട്ട് പോകേണ്ടി വന്നിട്ടുണ്ടല്ലോ. നിന്റെ ഈ ഊമ്പിത്തരത്തിനൊന്നും കൂട്ടുക എനിക്ക് പറ്റില്ല. മനസ്സിലായ? വെയിറ്റ് ചെയ്താ ആ കുണ്ണയോട് ഊമ്പിത്തരം കാണിക്കുന്നത് നിർത്താൻ പറ. അന്നേരം ആരും തന്തക്ക് വിളിക്കില്ല. ശരിക്കും എന്തിനാ തന്തക്ക് വിളിച്ചതെന്ന് ചോദിച്ചപ്പോൾ പറയാണ് ഈ കുണ്ണ ആ കുണ്ണയോട് ഊമ്പിത്തരം നിർത്താൻ പറ. അന്നേരം ആരും തന്തക്ക് വിളിക്കില്ല. എന്ത് ഊമ്പിത്തരം? അത് സത്യമല്ല ഷീക്കേ. നീ അത് നിർത്തണം. നീ അത് നിർത്തിയാലേ നീ നന്നാവുള്ളൂ. കാരണം നിന്റെ കൂടെ ഇപ്പോൾ ഓപ്പോസിറ്റ് ഇറങ്ങി അവന്മാർ വരെ നിന്നെ അത് വിളിച്ചോണ്ടിരിക്കുമല്ലേ. അപ്പം നീ ഒന്ന് ആലോചിച്ച് നോക്കി നീ എന്ത് കുണ്ണയാണെന്ന്. ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്ക്. തിങ്ക് യുവർ സെൽഫ്. ഞാൻ ഈ കഴിഞ്ഞ ഒരു RG7 തുടങ്ങിയതിന് ശേഷം തന്നെ നമ്മൾ നല്ല ടേംസിൽ സംസാരിച്ചിട്ടുള്ളൂ തന്നെ കുട്ടിക്കോ. എന്നിട്ട് എന്ത് ഊമ്പിത്തരം ഞാൻ ചെയ്തു എന്നുള്ളതാണ് വിത്ത് പ്രൂഫ്. എന്തെങ്കിലും ഒരു കുണ്ണിലായ്മത്തിന് ഞാൻ ചെയ്തേണ്ടത് നീ കൊണ്ടുവരാണേ കൊട്ടെ. ഈ പരിപാടി ഞാൻ നിർത്തിപ്പോകും. മനസ്സിലായോ? ഈ പരിപാടി നീ കാണുന്നുണ്ട് നിനക്ക് അറിയാം കൊട്ടെ. അതുകൊണ്ട് നീ ഇത് അങ്ങനെ വിത്ത് പ്രൂഫ് ഞാൻ എന്തെങ്കിലും ഊമ്പിത്തരം ചെയ്തിരുന്നുണ്ടെങ്കിൽ നീ അത് പറ. അത് പറഞ്ഞപ്പോഴാ ശിഖണ്ഡി നീ ഇവിടെ നിന്ന് കാണുന്നുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്താ പരിപാടി? VC-ലിരുന്ന് എന്താ പരിപാടി? പിള്ളേരൊക്കെ വിളിച്ചു വരുത്തി പഴയ പരിപാടികളൊക്കെ തന്നെയാണോ? അത് നിന്റെ കാര്യമാണെങ്കിലും എവന്റെ കാര്യമാണെങ്കിലും ഞാൻ നോക്കൂല. എന്റെ ഫാമിലി മൊത്തം അമ്പിന്റെ തന്തയാണെങ്കിലും എന്നൊക്കെ ഇരുന്ന് പറയുന്നുണ്ടല്ലോ. ഓക്കെ, ഞാൻ അമ്പിയാണെന്ന് ഞാൻ സമ്മതിച്ചാലല്ലേ പ്രശ്നമുള്ളൂ. കൊട്ടയാണെന്ന് നീയും സമ്മതിക്കരുത്. ഈ കൊട്ടന്റെ തന്ത വിചാരിച്ചാലും ഒന്നും നടക്കാൻ പോണില്ല. മനസ്സിലായോ? നിന്നെ ഇരുന്നാണ്ട് ഈ പറയുന്ന തൊപ്പിനെ നീ എങ്ങനെ ഊമ്പിക്കാൻ നോക്കിയെന്നുള്ളതിന്റെ നീ എന്നെ പറയുന്ന റെക്കോർഡ് ഇന്റെ അടുത്തുണ്ട്. മനസ്സിലായില്ലേ? അത് ഞാൻ കേൾപ്പിച്ചാ നിങ്ങൾ കേൾക്കണം കഴിച്ചു. ഇവന്റെ പരിപാടി എന്താ വെച്ചാൽ ഇവന്റെ പരിപാടി ഒരുത്തനെ എന്തെങ്കിലും എടാ നിന്നെ പോലത്തെ ഒരു കണ്ടി എഴുതാക്കാനൊന്നും എൻ്റെ അപ്പനെ കൊണ്ടുവരേണ്ട ആവശ്യമൊന്നുമില്ല. നിനക്ക് എൻ്റെ അടുത്ത് എത്താൻ പറ്റില്ല, പിന്നല്ലേ എൻ്റെ അപ്പൻ്റെ അടുത്ത് എത്താൻ. നീ ഇനി ഒരു 10 ജന്മം ജനിച്ചാൽ പോലും അല്ലെങ്കിൽ ഇതൊക്കെ പോലും എൻ്റെ അടുത്ത് പോലും എത്താൻ പറ്റില്ല, പിന്നല്ലേ എൻ്റെ അപ്പൻ്റെ അടുത്ത്. ചൊറിയണമെന്നുണ്ടെങ്കിൽ ആദ്യം ഇവന്റെ കൈമ എന്തെങ്കിലും സാധനം കിട്ടിയിട്ടുണ്ടോ? ഇവന്റെ കൈമ സാധനം കിട്ടിയിട്ടുണ്ടോ? ആ സാധനം കിട്ടിയിട്ട് ഈ പറയുന്ന പോലെ ഇവന് അയാളെ ഡൗൺ ആക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം എന്തെങ്കിലും ചെറുതായിട്ട് ഒരു ചൂണ്ടങ്ങനെ ഇട്ടോക്കും കൊത്തുണ്ടോ. അപ്പൊ നമ്മൾ പൊട്ടന്മാരെ പോലെ അയിമ കയറി കൊത്തി കഴിഞ്ഞാൽ ഇവ ഇരുന്ന് അങ്ങ് അവരാധിക്കാൻ തുടങ്ങും. ഒറിജിനൽ സാധനം ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇതെല്ലാം വേറെ രൂപത്തിൽ അവരാധിക്കണേ ഒരു സാധനം എന്റെ ലൈവ് ഒന്ന് കൊണ്ടുപോവാ. എന്തെങ്കിലും ഞാൻ പറയട്ടെ, ലൈവിൽ നിന്ന് ഇവന്റെ ഒന്നും കിട്ടൂല. ഇവൻ ലൈവിൽ അമ്പിയാ, ഇവൻ ലൈവിൽ മാന്യനാ. ഇവനാണ് ഓഫ്ലൈൻ പ്ലക്കർ. ഇവൻ ഓഫ്ലൈൻ പ്ലക്കറാ. ഇവൻ ഓഫ്ലൈൻ പ്ലക്കർ എന്ന് പറഞ്ഞാൽ അതാണ് ഇവൻ ഓഫ്ലൈനിൽ മാത്രമേ പ്ലക്കുള്ളൂ, അല്ലാതെ വേറെ ഇത് ഇവൻ ലൈവ് വരും മാന്യ. അതാണ് പറഞ്ഞേ, ലൈവിൽ നമുക്ക് ഒന്നും കാണിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. നമ്മൾ നമ്മുടേതായിട്ടുള്ള ബാക്കി കാര്യങ്ങൾ നമ്മുടെ പേഴ്സണൽ സ്പേസ് സംസാരിച്ച കാര്യങ്ങളാണ് ഇവൻ കൊണ്ടുവരുന്നത്. മനസ്സിലായ? പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഇതിന്റെ ഒരു ഗ്യാപ്പ് വെച്ചത്. പ്രൂഫ് കാണിക്കുന്നിടത്ത് എനിക്കിത് കേൾക്കണം. കൊട്ടെ ലൈവ് പറഞ്ഞോ എന്തുവാ 100% ഞാൻ പറയാണ്. ഇനി അതിന്റെ കൂടെ ഈ ഷെയ്ഖ് കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ കൊട്ടെ ലൈവ് പറഞ്ഞോ എന്തുവാ തൊപ്പിയൊക്കെ തിരിച്ചു വന്ന് വരാൻ തുടങ്ങിയാലോ, അല്ലെ ഷെമീർ ഇപ്പൊ തിരിച്ചു വന്ന് ഷെമീറിന് സത്യം പറഞ്ഞാൽ ഷെമീറിന്റെ പേര് കേസില്ല. ഈ ഷെമീർ മണ്ടനായിട്ടാണ് ഈ മണ്ടൻ കുണ്ണത്തരല്ല ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഡ്രഗ് ടെസ്റ്റ് ചെയ്യാനുള്ള റൈറ്റ് ഒരാൾക്കും ഇല്ല. കയ്യിൽ നിന്ന് സാധനം പിടിച്ചാൽ മാത്രമേ പോലീസുകാർക്ക് പോലും പ്രശ്നമുള്ളൂ. ഡ്രഗ് ടെസ്റ്റ് ചെയ്തിട്ട് അവൻ കഞ്ചാവ് അടിച്ചിട്ടുണ്ടായിരുന്നു എന്ന് തെളിയിച്ചു കൊടുത്ത മണ്ടൻ അവൻ. ഇവന് ബുദ്ധിക്കുറവല്ലോ ഞാൻ ആലോചിക്കണം. ഇവന്റെ പേര് FIR. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണേ ഗൈസ്. ഇങ്ങനൊരു കാര്യം നമ്മൾ സംസാരിക്കണം എന്നുണ്ടെങ്കിൽ ഇതിനൊരു സ്റ്റാർട്ട് ഉണ്ടാവൂലേ? എന്ത് കാര്യത്തിനായിരിക്കും നമ്മൾ ഈ ഇതിനകത്തില്ലാത്ത ആൾക്കാരെ പറ്റി സംസാരിക്കുന്നതെന്ന്? ഇത് നേരെ വന്ന് ഇങ്ങനെ സംസാരിക്കുവാണോ? അല്ല, ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? അത് സത്യമല്ലേ? അത് ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റ്? അത് സത്യമല്ലേ? അത് ബാക്കി പറയാം. കൺവിൻസിംഗ് എന്ന് പറഞ്ഞാൽ ഇവന്റെ ഒപ്പം ഇനി അതിന് തുടക്കം പറഞ്ഞുതരാം ഞാൻ നിങ്ങളുടെ അടുത്ത്. ഇനി ബാക്കിയുള്ള ഇതിനു മുമ്പ് എന്നോട് സംസാരിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. എന്നോട് പറയാ
ബ്രോ എൻ്റെ കല്യാണം വരിക, അതുകൊണ്ട് എനിക്ക് ഇവന്മാരുമായിട്ടുള്ള ബന്ധം കീപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാവും. ഈ തൊപ്പിയൊക്കെ മലബാർ സൈഡിൽ കണ്ടാൽ ഇപ്പം തുപ്പാൻ വേണ്ടിയിട്ട് ഇരിക്കുക. എൻ്റെ ഫാമിലി കുറച്ച് റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഫാമിലിയാണ്. എനിക്ക് അവരുടെ ഒന്നും മുമ്പിലോട്ട് ഇവരെ കൊണ്ടുവരില്ല. വീട്ടിൽ നിന്നൊക്കെ മുട്ടം പ്രഷറുണ്ട്. ഈ തൊപ്പിയൊക്കെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം മുട്ട സീനാവും, ഇതാവും. ഞാൻ അന്നേരം ഇവരുടെ അടുത്ത് ആദ്യമേ തന്നെ ഷെമീർ ലൈവ് ഇട്ടപ്പോൾ എൻ്റെ വീട്ടിൽ വന്ന ദിവസം ഞാൻ പറഞ്ഞതാണ്, നിങ്ങളിതിന് തിരിച്ച് റിപ്ലൈ കൊടുക്കുന്നുണ്ടെങ്കിൽ സെൻസിറ്റീവായിട്ട് ബിഹേവ് ചെയ്യരുതെന്ന്. മനസ്സിലായ? ഇവൻ വന്നിട്ട് എൻ്റെ അടുത്ത് പറയാണ് തൊപ്പി എൻ്റെ വീട്ടിൽ. ഇതിനൊന്നും ഞാൻ റെക്കോർഡൊന്നും എടുത്ത് വെച്ചിട്ടില്ല കേസ്. ഇതൊക്കെ എൻ്റെ വീട്ടിൽ വന്ന് എന്നോട് സംസാരിച്ച കാര്യങ്ങളാണ്. ഇതല്ലാതെ ഇതിനൊന്നും വീട്ടിലിരുന്ന് സംസാരിക്കുന്ന കാര്യം ഞാൻ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കണോ? വീട്ടിലിരുന്ന് എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ പേഴ്സണൽ സ്പേസിൽ നിന്ന് സംസാരിക്കുന്ന കാര്യം ഞാൻ റെക്കോർഡ് ചെയ്യണോ? എടാ, ഇത് വിശ്വാസമുള്ളവരെ വിശ്വസിച്ചാൽ മതി. ഇത് ഞാൻ ഫോണിൽ കൂടെ സംസാരിച്ച കാര്യമാണിത്. ഇതിന്റെ ബാക്കി ഞാൻ കേൾപ്പിച്ചു തരാം, നോക്കിയോ. ഓഫ്ലൈനിൽ ദയവ് ചെയ്ത് ആരും പോയിട്ട് സംസാരിക്കല്ലേ. ഓഫ്ലൈനിൽ ഇവന്റെ പോയി സംസാരിച്ചാൽ ഇവൻ കയ്യിലെടുത്താളും, ഇവൻ കൺവിൻസ് ചെയ്ത് ഇവൻ കയ്യിലെടുത്താളും. എന്നിട്ട് നമ്മളെ കയ്യിലുള്ളതൊക്കെ ഇതേമാതിരി പറയിപ്പിക്കും. മണ്ടനൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? ഒരു മനുഷ്യന് ബേസിക് ബുദ്ധി ഭയങ്കരമായിട്ട് സ്പ്ലിറ്റപ്പ് ആവും. എന്ന് വെച്ചാൽ ഇവരെല്ലാം ഞാൻ അതിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കണം. അത് കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഈ തൊപ്പിയുടെ ഈ ഒരു കേസ് വന്നപ്പോ കേട്ടോ തൊപ്പിനെ പറ്റി പറഞ്ഞ കേട്ടോ. തൊപ്പിനെ പറ്റി എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ എനിക്ക് രണ്ടില്ല. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഇതേമാതിരി വന്നാണ്ട് ഈ അമ്പി എന്ന് പറയുന്ന സാധനം നീയാണ് കോട്ടെ ലൈവിൽ വന്നിട്ടോ. ഞാൻ പറഞ്ഞാൽ തന്നെ എനിക്ക് രണ്ടില്ല. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഇതേമാതിരി വന്നാണ്ട് ഈ അമ്പി എന്ന് പറയുന്ന സാധനം നീയാണ് കോട്ടെ ലൈവിൽ വന്നിരുന്നാണ്ട് ഈ അമ്പിത്തരം പറയുന്നത് മനസ്സിലായോ? ഓഫ്ലൈനിൽ വേറെയും ഓൺലൈനിൽ വേറെ ഉള്ളത് നീയാ. ഞാൻ ഇവിടെ വന്നാണ്ട് ആവശ്യമില്ലാത്ത ഒരാൾക്കും ഹെയ്റ്റോ അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയില്ല. ഓഫ്ലൈനിൽ ഇരുന്നാണ്ട് നമ്മൾ പലതും പറയും. അഥവാ ഓഫ്ലൈനിൽ ഇപ്പോൾ ഞാൻ എനിക്ക് ഒരാളെ പറ്റാത്തുണ്ടെങ്കിൽ ഞാൻ ഓഫ്ലൈനിൽ പറയുള്ളൂ, അങ്ങനെ തമ്മിൽ. അല്ലാതെ ഇവിടെ വന്നാണ്ട് ലൈവിൽ ഇരുന്നാണ്ട് ഉൾട്ടാക്കിങ്ങാണ്ട് പറയുന്ന പരിപാടി എനിക്കില്ല. അഥവാ ഇവൻ പറയുന്നത് എന്താണെന്ന് കേട്ടോ, അഥവാ ഇവന്റെ അടുത്ത് എന്തോ തൊപ്പിന്റെ എന്തോ ഒരു സാധനം കിട്ടിക്കണേ, അല്ലാതെ കേട്ടോ. പക്ഷെ ഇതൊന്നും വേണ്ടെന്ന് വെച്ചിരിക്കുക. ഞാൻ ഇവന്റെ മാസടിക്കാൻ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കണം. ഇത് കഴിയുമ്പോൾ അടുത്തത് എന്ത് കൊണ്ടുവരണമെന്ന് എനിക്ക് അറിയാം. ഇവൻ ഒരു നാണോ ഇല്ലാതെ കവർ ചെയ്യും, എനിക്ക് ഉറപ്പാണ്. തൊപ്പി ഇത് കവർ ചെയ്യും ഈസി ആയിട്ട്. പക്ഷെ അത് കഴിയുമ്പോൾ അവനൊരു അവരാധം തുടങ്ങും. അന്നേരം ഷെയ്ക്കിനും എനിക്കൊക്കെ ഓരോന്നോരോന്നമാരെ വെക്കും. പക്ഷെ ഞാൻ ഇത് വെക്കാൻ വേണ്ടിയിട്ട് ഷെയ്ക്കിനെ കൂട്ടി പിടിച്ചോട്ടേക്ക്. ഷെയ്ക്കിന് ഇതേമാതിരി എന്റെ അമ്മോ, എടാ നീ ഒരു ഏക്ലാസ് അമ്പിയാടാ. ഷെയ്ക്കിനെ കൂട്ടുപിടിച്ചത് ഗൈസ്. ഞാൻ ഇതിനു മുമ്പ് ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് നിങ്ങളോടൊരു കാര്യം ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടോ? ഇവൻ എന്നോട് എൻ്റെ കുഞ്ഞാണ് സത്യം എന്നോട് വന്ന് പറഞ്ഞതാ, തൊപ്പി ഇനി തിരിച്ചു വരും, ഒരു മാസടി അടിക്കും, ഒരു മാസ വീഡിയോ വരും, അന്നേരം ഞങ്ങൾ അതിനു മുമ്പ് ഒരു ഇതുണ്ടാക്കണമെന്ന്. ഇവിടെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഗൈസ്, ഈ ഒരു കോൺവെർസേഷൻ എന്തോരം ഇവൻ അവനെപ്പറ്റി പറഞ്ഞിട്ടായിരിക്കും ഇത് ഒരു ഉളുപ്പും ഇല്ലാതെ ഈ ശിഖണ്ഡി ഇത് കേട്ടോണ്ടിരുന്നത്. അവൻ അന്നേരം പറഞ്ഞുകൂടായിരുന്നു തൊപ്പിയെടുത്തുള്ള കൺസേൺ. എടാ, എനിക്ക് ഒരു പേടിയില്ല. എനിക്ക് തൊപ്പിയും പേടിയില്ല, ആരെയും പേടിയില്ല. ഞാൻ എൻ്റെ കഴിഞ്ഞ ലൈവിലൂടെ പറഞ്ഞോളൂ. നീ എന്താ പറയണം? ഓഫ്ലൈനിൽ ഞാൻ തൊപ്പിയെ പറ്റി മറ്റേ എക്സ്പോസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഓൺലൈനിൽ വന്നിട്ട് മിണ്ടായിരിക്കുന്നവനാണ്, നിന്നെ പോലത്തെ നട്ടലില്ലാത്ത അമ്പിയാണെന്നാണ് ഞാൻ വിചാരിച്ചത്. ഗൈസ്, ഇന്നലത്തെ ലൈവിൽ കൂടെ ഞാൻ പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞു തൊപ്പിയെ പറ്റി. അല്ല, ഇവൻ മണ്ടനാണ്. എനിക്ക് ഇവൻ കാണിച്ച സാധനം ജസ്റ്റിഫൈ ചെയ്യാൻ, ഈ തൊപ്പി കാണിച്ച കുറച്ച് സാധനങ്ങൾ ആൾക്കാർ ജനറലൈസ് ചെയ്യുന്നുണ്ട്. നമ്മൾ മറ്റേ കൂട്ടത്തിലിരിക്കുമ്പോൾ പറയണതല്ലേ ഇതെന്നൊക്കെ. നമ്മൾ കൂട്ടത്തിലിരിക്കുമ്പോൾ പെമ്പിളാരെയൊക്കെ കാണുന്ന സമയത്ത് നമ്മൾ പറയും, എടാ ആ കൊച്ചിനെ കൊള്ളാമല്ലേ, അല്ലെങ്കിൽ അല്ലാതെ അവളുടെ ഞാൻ അത് പറയുന്നില്ല, എനിക്കോട് പറയില്ല. ഇങ്ങനത്തെ സാധനങ്ങൾ ജനറലൈസ് ചെയ്യുന്നതിനോട് എനിക്ക് യോജിക്കാൻ പറ്റത്തില്ല. അത് നാളെ ആര് വന്ന് കവറപ്പ് ചെയ്താലും എനിക്ക് യോജിക്കാൻ പറ്റത്തില്ല. എന്ന് ഞാൻ പറഞ്ഞതിൽ എനിക്ക് എന്താ തെറ്റ്? എനിക്ക് ഒരു തെറ്റുമില്ല. ഇവൻ ഇത് കവറപ്പ് ചെയ്താൽ നാളെ ഞാനത് തെറ്റാന്ന് തന്നെ പറയുള്ളൂ. ഇവനെ ഒന്നും എക്സ്പോസ് ആക്കണ്ട. ഇവനെയൊക്കെ ചുമ്മാ ഈ വീഡിയോ പ്ലേ ചെയ്താൽ ഇവൻ തന്നെ എക്സ്പോസ് ആവുക. ഇവ പൊട്ടനാണ് ഇവൻ. തൊപ്പിയെ പറയണമെന്ന് കേട്ട്. എടാ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഒന്നുമില്ലെങ്കിൽ ഇത് ഇത്രയും വലിയ പ്രശ്നം ഉണ്ടായി, ഇഷ്യൂ ഉണ്ടായ സമയത്ത് ഓപ്പോസിറ്റ് നിൽക്കുന്നവർ സംസാരിച്ചതാ. ഈ അമ്പി എന്താ ചെയ്തത്? MRCയിൽ ഇരിക്കുന്ന സമയത്ത് കേവിയുടെ വീസി പോയിട്ട് തൊപ്പിയെ അപരാധിച്ച് ഈ മാന്യനാണ് ഇവിടെ ഇരുന്ന് ഈ വർത്താനം പറയണേ. എടാ കഷ്ടോടാ. എടാ, പോയി വല്ലതും നക്കി തിന്ന് ജീവിക്കടാ. ഞാൻ ഇവന്റെ സൈഡ് ആണ് എന്നുള്ളത് ഇന്ന ഇന്റൻഷനിൽ ഇപ്പം വരുത്തി വെക്കുകയാണ്, മനസ്സിലായോ? എന്റെ അമ്മോ, ഇത് ഞാൻ കാണിച്ചേ പറ്റുള്ളേ. ഇവനെ ഞാനാണോ വിളിക്കുന്നത്? രാത്രിയാകുമ്പോൾ ഇവന് കാമുകിയോടുള്ളത് പോലത്തെ ഇതാക്കി ഇവൻ രാത്രി എന്നെ വിളിച്ചോണ്ട് വന്നിട്ട്. എനിക്ക് ഒരു മിനിറ്റ് ഗൈസ്, ഞാൻ ഒന്ന് ഫേസ് ക്യാം ഒന്ന് ഓണാക്കിക്കോട്ടെ, ഒരു സെക്കൻഡ്. ഇവന്റെ ഇന്നത്തോടെ ഓരോ വട്ടവും മെസ്സേജ് അയച്ചുകൊണ്ട് വരും. ഇത് കണ്ടോ? ബ്രോ ബൈ മിസ്റ്റേക്ക് ഇൻസ്റ്റയിൽ അൺഫോളോ ആയതാണ്. സീരിയസ്ലി ബ്രോയെ, ഞാൻ ഇൻസ്റ്റയിൽ അൺഫോളോ ചെയ്തിട്ടില്ല. ഇപ്പം നിങ്ങളുടെ പ്രൊഫൈൽ ചെക്ക് ചെയ്യുമ്പോൾ ഞാൻ കണ്ടതാണ്, ഫോളോ ചെയ്യുന്നില്ല. 7 മെയ്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ എന്തെങ്കിലും ബ്രോ, എനിക്ക് എൻഡ് ഓഫ് ദി ഡേ TV ആണ് വലുത്. സിറ്റിക്കകത്ത് അവർക്ക് വേണ്ടി സംസാരിക്കുക, അതിലും വലുത് പ്രോബ്ലം ഒന്നുമില്ല. ഞാൻ വെളിയിലോട്ട് എന്തായാലും എടുക്കുന്നില്ല. ലവ് ഇതൊക്കെ അയച്ചിട്ട് പോണതാ. വീണ്ടും എന്തെങ്കിലും അപരാധം പറയും, വീണ്ടും ഇങ്ങനെ വിളിച്ചുകൊണ്ട് വരും എന്നെ. ഇപ്പം ലാസ്റ്റ് മെസ്സേജ് കൂടെ കാണിച്ചു തരാം നിങ്ങൾക്ക്. ലാസ്റ്റ് മെസ്സേജ് ഫ്രൈഡേ. ഈഗിൾ ബ്രോ ഉറങ്ങിയോ?
അർജന്റായിട്ട് ടെക്സ്റ്റ് മീ, ഒരു അർജന്റ് കാര്യം പറയാനുണ്ട്. 4:59 വെളുപ്പിന് 4:59 രാവിലെ ആകുമ്പോഴാണ് ഇവന് ഈ സൂക്കേട് വരുന്നത്. രാവിലെ ഓരോ ഇതിനും. എന്നിട്ട് അവൻ അങ്ങനെ എൻ്റെ സൈഡ് ഞാൻ ആക്കുന്നു എന്നുള്ളത് രീതിയിൽ അവനെ അങ്ങ് ഇതാക്കി വെച്ചേക്കുന്നെന്ന്. എടാ നാണം ഉണ്ടോ നിനക്ക്? നിനക്ക് നാണം എന്ന് പറയണ ഒരു സാധനം ഉണ്ടോ നിനക്ക്? കഷ്ടം തന്നെ, കഷ്ടം. എല്ലാ കാര്യത്തിനും എന്നെ വിളിച്ച് ഇങ്ങനെ കാര്യങ്ങൾ ചോദിച്ചിരുന്നിട്ട് നിന്നെ ഞാൻ എൻ്റെ സൈഡ് നിന്നെ പോലത്തെ കൂട്ടനെ എൻ്റെ സൈഡിലാക്കി വെച്ചിട്ട് എനിക്ക് എന്ത് കിട്ടാൻ? കഷ്ടം തന്നെയാണ് ഇവൻ്റെയൊക്കെ. പാതിര കഴിയായിട്ട് അവൻ വരും. എടുത്തെടുത്തെടുത്ത് പറഞ്ഞ് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഒന്നുണ്ടല്ലോ തൊപ്പിനെ ഞാൻ ആ ട്രിഗറിന്റെ പുറത്ത് ചാറ്റ് കണ്ടാണ്ട് പറഞ്ഞു പോയതാണ് പറഞ്ഞാൽ ഒരു സോറി പബ്ലിക്കലി വന്നാണ്ട് പറഞ്ഞാണ്ട് പോയല്ലോ. അത് കഴിഞ്ഞ് ഇവന് ജയിക്കാൻ വേണ്ടിയാണ്ട് അന്ന് ഇവൻ അമ്പിയാക്കി. മനസ്സിലായോ? ഇവൻ ഷമീർ ജമാരി VC വന്നാണ്ട് ഈ പറഞ്ഞ സമയത്ത് ഞങ്ങളെ പ്രൈവറ്റ് സ്പേസ് വേണ്ടിയാണ്. ഞാൻ പറയട്ടെ, ഞാൻ ഇതിനു മുമ്പും പബ്ലിക്കായിട്ട് പറഞ്ഞൊരു കാര്യമാണ്. തൊപ്പി അന്ന് പറഞ്ഞാൽ എനിക്ക് റിഗ്രറ്റ് ഉണ്ട്. അത് അന്നത്തെ സമയത്ത്. ഇപ്പോൾ ഒരു റിഗ്രറ്റും ഇല്ല. ഇത് ഞാൻ എൻ്റെ ഓഡിയൻസ് കണ്ടോണ്ടിരിക്കുന്നവരോട് ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ? നിങ്ങളോട് ഇപ്പോൾ ചോദിക്കുന്നേ. ഇതെൻ്റെ ലൈവ് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? അന്ന് എനിക്ക് റിഗ്രറ്റ് ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ അതില്ല. എന്ത് പറയാൻ എന്ത് മടി. എടാ നീ എന്താ വിചാരിച്ചേ? കുറച്ച് വാച്ചിങ്ങും വ്യൂസും ഉള്ള ഒരാൾ തെണ്ടിത്തരം കാണിച്ചാൽ അവനെ ന്യായീകരിക്കുന്നവനാണ് ഞാനെന്നോ? എടാ ഞാനേ ഈ അൻവിൻ അവൻ്റെ പേരിൽ ഒരു അലിഗേഷൻ വന്ന സമയത്ത് പോലും ഞാൻ തുടങ്ങാനിരുന്ന ബിസിനസ് ക്യാൻസൽ ചെയ്ത് പൂട്ടിക്കെട്ടി പോയ ഒരുത്തനാണ് ഞാൻ. ആ എത്തിക്സ് എനിക്കുണ്ട്. നിന്നെ പോലത്തെ മറ്റേ തീട്ടത്തിന്ന് വളർന്നതല്ല ഞാൻ. ബേസിക് എത്തിക്സ് എന്ന് പറയുന്ന സാധനം എനിക്കുണ്ട്. അത് ഇനിയും പറയും. ഇനിയും അവൻ തിരിച്ചു വന്ന് ന്യായീകരിച്ചാലും ഞാനത് പറയും. സ്ട്രാറ്റജിയാണ് ഗൈസ്. ഇതെന്താന്ന് പറയട്ടെ, ഇവൻ അറിയാം. ഇവൻ ഈ കൂട്ടത്തിൽ ഇപ്പോഴും തൊപ്പി എന്ത് അപ്പിത്തരം ചെയ്താലും സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് കൊച്ചു പിള്ളേരുണ്ട്. അവരുടെ സപ്പോർട്ടൂടെ കിട്ടാൻ വേണ്ടി എന്നെ ഇതിനകത്ത് വലിച്ചിട്ടത്. അല്ലാതെ ഇവന് ഇത് കാണിക്കേണ്ട എന്താവശ്യമുണ്ട്? ഇതാണോ ഇവിടുത്തെ പ്രശ്നം? ഇതാണോ? ഇവൻ ഇപ്പോൾ തൊപ്പി ഓഡിയൻസിൻ്റെ കൂടെ സപ്പോർട്ട് കിട്ടണം. മനസ്സിലായോ? തൊപ്പി ഓഡിയൻസ് കുറച്ച് പേരുടെ സപ്പോർട്ട് ഇവന് കിട്ടണം. ഇതാണ് അവൻ്റെ സ്റ്റാറ്റിക്സ്, ഇവൻ്റെ കളി. ഇത് ബുദ്ധി ഉപയോഗിച്ചാൽ നിങ്ങൾക്കൊക്കെ മനസ്സിലാവൂടെ ഇതൊക്കെ? ഇതിന്റെ അടുത്ത് നമ്മുടെ അടുത്ത് അടിക്കുന്നത്. അഥവാ ഇവൻ നമ്മളെ ചൊറിഞ്ഞ് നമ്മളെ ഡൗൺ ആക്കി ഒരു ലൂപ്പിലേക്ക് കൊണ്ടുപോയി ഇത് കണ്ടിന്യൂ ചെയ്ത് നമ്മളെ ഡൗൺ ആക്കിയേ? ആരുടെ നമ്മളെ ഡൗൺ ആക്കിയത്? മറ്റേ ബൂട്ട് ക്യാമ്പിന് കഞ്ചാവും ഒക്കെ പിടിച്ച് മറ്റേ പെണ്ണുമിൻ്റെ കാര്യമെല്ലാം വന്നിട്ട് നമ്മൾ ഡൗണായി സ്പ്ലിറ്റായി പോയത് നമ്മളെ കാര്യമല്ല. അത് നമ്മളാരും ഡൗൺ ആക്കിയതല്ല. നീയൊക്കെ സ്വന്തമായിട്ട് പോയി ഡൗൺ ആയതാ. അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് മറ്റേ കുണ്ടം കളിയോ അതും ഇതൊക്കെ എടുത്ത് സ്ട്രീം ചെയ്ത് കാണിച്ച് പ്രശ്നം ഉണ്ടാക്കി രണ്ട് ഭാഗത്ത് പോയിട്ട് നമ്മൾ ഡൗൺ ആക്കിയെന്ന്. നിന്നെയൊക്കെ ഡൗൺ ആക്കിയത് ഞങ്ങൾ വാറില്ല. അത് 3 വട്ടം ചെയ്തിട്ടുണ്ട്. അത് ശരിയായിരിക്കും. നമ്മളെ ഡൗൺ ആക്കിയെന്ന് ഇതിലിരുന്ന് ഇങ്ങനെ അപരാധിച്ച് അതിലൊരു ആനന്ദം കാണുന്നതാണ്. മനസ്സിലായോ? അഥവാ എവിടെ ഇതാ ടീച്ചറെ പറയുന്ന ഒരു സാധനം ഉണ്ട്. ടീച്ചറെ പറഞ്ഞാൽ ഞാൻ കേൾപ്പിച്ചാ. വെയിറ്റ് ആക്കും, 1 by 1 കേൾപ്പിച്ചാ. ഞാനിത് വേണ്ടാന്ന് കരുതി ഞാൻ മര്യാദ നിർത്തിയാലും നിർത്തി അങ്ങ് പോവുള്ളൂ. മനസ്സിലായോ? അല്ലാതെ ഒരു അണ്ടിയില്ല. അതാരെ മൂക്കി കയറ്റിക്കളാ? മൂക്കിലൊന്നും കയറ്റാനൊന്നും പറ്റത്തില്ലടാ, മനുഷ്യനല്ലേ. വേറെ കുറെ പ്ലേയേഴ്സ് ഉണ്ട്. ശരിക്കും ഞങ്ങൾക്ക് ഇവന്മാരെക്കാളും പ്രശ്നമുള്ളവന്മാരുണ്ട്. ഒക്കെ ഞാൻ അപരാധിച്ചതുപോലെ ലോകത്താരെ ഞാൻ അപരാധിച്ചിട്ടില്ല. പക്ഷെ ഇപ്പൊ ഞങ്ങൾ മര്യാദയ്ക്ക് പോകുന്നതിന്റെ കാര്യം ആർക്കും അങ്ങോട്ട് ഞങ്ങൾക്ക് അമ്മരെ കൊണ്ട് ഒരു ഗുണമില്ല. ഇപ്പോഴും വന്ന് തല്ല മേടിച്ചിട്ട് പോയി. എടാ ഇതൊക്കെ എക്സ്പോസിങ് ആണോ ഗൈസ്? ഇത് സത്യമല്ലേ? ഇത് എടാ നിങ്ങൾ ഈ കുറച്ചു മുമ്പ് ലൈവ് കണ്ടായിരുന്നോ? ഇവന്മാരെ അവരെ ഒക്കെ അവരാജിന്റെ അത്ര എടാ അതൊരു ഇതുപോലെ പറയണ നിങ്ങളെക്കാളും ഇഷ്യൂ ആയിട്ടുള്ള അങ്ങനെ ആളും അത് സത്യമായിട്ടുള്ള കാര്യമാ. സത്യമല്ലേ പറയണെല്ലാം. ഇത് റിയാലിറ്റി. ഇതാ കേക്ക്. കാരണം എന്താ വെച്ചാൽ അവന്മാർക്ക് ഇപ്പൊ അത് കണ്ടന്റ് അല്ല. മനസ്സിലായോ? ലിറ്ററലി കണ്ടന്റ് അല്ല ആ പരിപാടി. അവന്മാർ നിർത്തി. ഇപ്പൊ നമ്മളെ ചൊറിയണം എന്താ വെച്ചാൽ നമ്മളെ തല്ലുന്നത് അവന്മാർക്ക് കുറച്ച് കണ്ടന്റ് ആണ്. കണ്ടന്റ് ബേസിൽ കുറെ കാര്യം കുട്ടിയായി. ഈ പറഞ്ഞ പോലെ നമുക്ക് പ്ലേയേഴ്സിനെ കിട്ടാതെ ഈ പറയുന്ന ഒരു മിനിറ്റ് നീ ഇപ്പൊ പറഞ്ഞ 2 കമ്പാരിസൺ ആണ്. ഇത് ജസ്റ്റ് ഒന്ന് കണ്ടാൽ നിനക്ക് ഏകദേശം കാര്യങ്ങൾ പിടികിട്ടും. TV vs MRC 265K, TV vs TGA 264K. നീ പറഞ്ഞ ശരിയാടാ. 1000 പേര് എക്സ്ട്രാ കാണും. ബ്രോ ഈസ് ആക്ടിങ് ലൈക്ക് എന്താ പറയാ, ബ്രോക്ക് ഭയങ്കര ഇതുള്ള ഒരു
ഭയങ്കര ഇതുള്ള ആള് ഭയങ്കര മറ്റേ എന്തോ വലിയ സംഭവമാണ്, മനസ്സിലായ? ബാക്കി കേക്കട്ടെ. ഓരോരുത്തരുടെ പേര് വെച്ച് ഞാൻ പറഞ്ഞല്ലോ, ബാഡാവും, എന്നെ കൊണ്ട് അത് പറയിപ്പിക്കല്ലേ. ഇവിടെ ഇരുന്ന് 1-ാം മിനിറ്റ് തൊട്ടിട്ട് ഇവൻ പറയുന്നുണ്ടല്ലോ, KVന്ന് ഞാൻ ഇറക്കി ഇവന്മാരെ ഊമ്പിച്ചു, എന്നിട്ട് ഞാൻ അവന്മാർക്ക് ഇവിടെ ഒരു ഓപ്പർച്യൂണിറ്റി കൊടുത്തില്ല, അവിടെ ഒരു ഓപ്പർച്യൂണിറ്റി കൊടുത്തില്ല. ബാബുവിന്റെ അടുത്ത് ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ബാബു എനിക്ക് ആകെ ഒരു സങ്കടമുള്ളൂ, ഇവന്മാരെ അവിടെയുള്ള ലൈഫും സ്പോയിൽ ചെയ്തു, എനിക്കാണെങ്കിൽ ഇവന്മാരെ എടുക്കാൻ ഇങ്ങോട്ട് താല്പര്യമില്ല. താല്പര്യമില്ല എന്ന് പറയുമ്പോൾ ഇവിടെ ഇരുന്നാണ്ട് ഒരു സാധനം പറയുന്നുണ്ട്, കൺവിൻസിംഗ് കൊട്ട ഒരു സാധനം പറയുന്നുണ്ട് ഇവിടെ. എവിടെ അറിയോ? 31-ാമത്തെ മിനിറ്റിൽ ഇവന്മാരെ ഫ്യൂച്ചർ അങ്ങ് പോട്ടെ ഷെയ്ക്കേ, അത് നന്നായി, മനസ്സിലായോ? എനിക്ക് പറഞ്ഞിരുന്നതാ. അങ്ങനെ അത്രയും. പിന്നെ വേറെ ഏതൊരുത്തനും കൂടി, ആരാ നിങ്ങൾക്ക് കട്ടുമില്ല, 4-5 പേര് KV എന്നുള്ള പ്ലേസ്, ആ 4-5 പേരെ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഇത് ഇറങ്ങിയപ്പോൾ പിന്നെ ഒക്കെപ്പാട് ഇറങ്ങി വന്ന് നമ്മളെ ഈ പറയുന്ന KVയിൽ 9 സ്ലോട്ട് ഉണ്ടായിരുന്നു. ആ 9 പേരും അല്ല, TVയിലുള്ള അസെൻസിയോ അടക്കം 10 പേര് എന്നാണ് പറഞ്ഞത്. പക്ഷേ പേര് വന്നപ്പം ആ KV എന്ന് ഇറങ്ങിയ 9 പേരിലുള്ള ആൾക്കാരൊന്നും അല്ല ഇതിലുള്ളത്. ഫെക്സർ ഇല്ല, വേറെ ആർക്കും ഇല്ല അതില്. ഇന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ചൈത്താറ്റി കടലിൽ നടുവിൽ നിൽക്കണ വരെ എനിക്കിപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് എടുക്കാന്ന് പറഞ്ഞു. ഉമാർ അവിടെ നിന്ന് ഇറങ്ങി ചെയ്ത്, ഉമാർ ഇറങ്ങിയില്ലാന്നുണ്ടെങ്കിൽ അവിടെ തന്നെ നിന്നോട്ട് നിർത്തിയാൽ മതി. ഇതിപ്പം ഞാൻ ആ ഓപ്പർച്യൂണിറ്റി കളയാൻ താല്പര്യമില്ല എന്നുള്ള രീതിക്ക് അതിന് 1-ാമത്തെ മിനിറ്റ് മുതലേ കൺവേർട്ടിംഗ്, മനസ്സിലായോ? അല്ല, കൺവിൻസിംഗ് ആയി. എന്താ പറയാ, എടുക്കണ്ടാന്ന് പറയില്ല, പക്ഷെ എടുക്കണ്ടെന്നുള്ളത് തല കുത്തല ഇങ്ങനെ മുക്കുടിച്ചു, മനസ്സിലായോ? എടുത്താ പണി ആവേ, എടുത്താ നീ അല്ല, നിങ്ങൾക്ക് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇവൻ എന്തിനാ ഇതൊക്കെ നമ്മളോട് ചോദിക്കാൻ, അഭിപ്രായം ചോദിക്കാൻ എന്തിനാ ഫോൺ വിളിച്ചേ? എൻ്റെ ഫസ്റ്റ് ചോദ്യം അതാ. എന്തിനാണ് അഭിപ്രായം ചോദിക്കാൻ നമ്മൾ കോള് വിളിച്ചേ? ഇവൻ്റെ ഗ്യാങ്ങിലെ തീരുമാനം, ഇവൻ്റെ ആൾക്കാർ, ഇവൻ്റെ ഇഷ്ടം, എന്തിനാണ് നമ്മളെ കോള് വിളിച്ചേ? ഫസ്റ്റ് ചോദ്യം അതാ. സ്വന്തം ഗ്യാങ്ങിൻ്റെ കാര്യം തീരുമാനിക്കൊക്കെ ഉള്ളത് നട്ടലില്ലടാ നിനക്ക്. അതിന് ഞങ്ങളുടെ ഇത് വേണോ? എന്തിനാണ് അത്? നിങ്ങൾ ആലോചിക്ക്, എന്തിനായിരിക്കും വെളുപ്പിനെ 4 മണിക്ക് ഇവൻ T47 പ്ലേയേഴ്സിനെ റിക്രൂട്ട് ചെയ്യുന്നു, അല്ലെ അവരിത് ഡിമാൻഡ് ചെയ്യുന്നു എന്ന് ചോദിക്കാൻ ഞങ്ങളെ എന്തിനു വിളിക്കണം? എടുത്താൽ തേക്ക് ഊമ്പി, ഗ്യാങ് ഊമ്പി, അതൊക്കെ എന്താ ഇതിലെല്ലാ സാധനം എല്ലാ ഇതിലുണ്ട്. ഈ ഒരു ക്ലിപ്പില് എല്ലാം ഇത് ഞാൻ ഈ പറഞ്ഞത് മനസ്സിലായോ? അവന് ATXനെ കൊണ്ടുവരണം എന്നുള്ള മൈൻഡ് സെറ്റിലായിരിക്കും അവനിത് ചെയ്യുന്നത്. ഫ്ലഫി ആണെങ്കിലും നിഗോടാണെങ്കിലും നിങ്ങളുടെ ഗ്യാങ്ങിന് വേണ്ടി നിൽക്കുന്നുണ്ടോ? പക്ഷെ അവനതൊക്കെ നല്ലപോലെ അറിയാവുന്നതാണ് ഈ ഗ്യാങ് ബിൽഡ് ചെയ്യുന്ന കാര്യം. ഇവന്മാരുടെ തനിക്കണമല്ല ഈ കാണിക്കുന്നത്, എക്സ്ട്രീം മണ്ടത്തരമാണ്. ഇനി അല്ല, ഞാൻ ഓപ്പണേറ്റ് അതാ പറഞ്ഞത്, ഞങ്ങൾ ആദ്യം ഒരു മാക്സിമം 5-6 സ്ലോട്ട് ഇതല്ല. ഷേഖ് അന്ന് വീട്ടിൽ വന്നിട്ട് തിരിച്ചു എന്നെ വിളിച്ചപ്പോൾ ഷേഖ് എന്താ പറഞ്ഞത്, ഞാൻ കൂടി പോയാൽ ഒരു 2-3 പേരെ എടുക്കുന്നുള്ളൂ എന്നാണ് ഷേഖിനോട് പറഞ്ഞത്. ഞാൻ അന്നേരം ഷേഖിനോട് പറഞ്ഞു, ഷേഖ് അത് ചെയ്തിട്ട് പയ്യെ ബിൽഡ് ചെയ്യ, ഷേഖ് ഏറ്റവും നല്ലതാണെന്ന്. നിങ്ങളിപ്പോ ഇവന്മാർ ഇതൊക്കെ ഞാൻ എന്ത് നല്ല അഡ്വൈസ് പോലെയാണ് പുള്ളിയെടുത്ത് പറഞ്ഞത്. ഇതൊക്കെ ഞാൻ എന്ത് നല്ല അഡ്വൈസ് പോലെ. പുള്ളി എന്നോട് സംസാരിക്കുന്ന രീതി കണ്ടോ? എൻ്റെ അടുത്ത് സംസാരിക്കുന്ന രീതി കണ്ടോ? ഞാൻ ഇത് എക്സ്പോസിംഗ് എന്നാണ് പുള്ളിയുടെ മണ്ട ഓഡിയൻസും പറയണേ. എനിക്ക് 9,000 പേരുടെ മുമ്പിൽ സ്ട്രീം കാണിച്ചു കൊടുക്കാനുള്ള ധൈര്യം എനിക്കുണ്ടെങ്കിൽ ഞാൻ എന്ത് ട്രാൻസ്പെയറന്റ് ആയിട്ടായിരിക്കും അതിനകത്ത് സംസാരിച്ചതെന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇതിന്റെ ഒരു ഔട്ട്പുട്ട് ഞാൻ പറഞ്ഞുതരാം. മൊത്തത്തിൽ ഇത് ഇങ്ങനെ തന്നെ, ഉമ്മാരെടുത്താ ഊമ്പും, ഉമ്മാർ അങ്ങനെ ആക്കിയാണ്, ഉമ്മാർ ഇങ്ങനെ ആക്കിയാണ് എന്നെല്ലാം പറഞ്ഞു. ഇപ്പൊ ഇരുന്നാണ്ട് എന്താ പറഞ്ഞു വെച്ചാൽ T47 ഇനിയും തമ്മിൽ തല്ലിച്ച. അഥവാ ഇൻ കേസ് ഞാൻ ഗ്യാങ് ആയി സിറ്റി വന്നു കഴിഞ്ഞാൽ T47 പ്ലേയേഴ്സ് ഇന്ത്യയിൽ കളിക്കരുത്, അവന്മാരെ ഇതാക്കണം. എന്ത് ഷെയ്ക്ക് എന്നെ നിങ്ങളൊക്കെ പറ്റി ഇങ്ങനെ എല്ലാം പറഞ്ഞത് എന്നെ കൂടെ പറയിപ്പിച്ചത് തന്നെ, അത് കൊട്ട പറയിപ്പിച്ചതാ, മനസ്സിലായോ? ഇരുന്ന് എന്തെല്ലോ പ്രൂഫ് ഉണ്ട്, അതുണ്ട് ഇതുണ്ട്, അപ്പുറത്ത് പോയി ഇത് പറഞ്ഞു, ഇപ്പുറത്ത് വന്ന് അത് പറഞ്ഞു. ഞാൻ പറയടപ്പ നിർത്തടാത്ത കാലയില്ലേ മയിലേ, വേറെ വല്ല പണി നോക്ക്. വേറെ വല്ല പണിക്ക് നിന്റെ തന്തയെ പറഞ്ഞു വിട്ടാൽ മതി, എന്നെ അല്ല. നീ പറയുമ്പോൾ എന്ത് പണിക്ക് പോകണമെന്ന് പറയാൻ നിന്റെ തന്തയുടെ അടുത്ത്, എൻ്റെ അടുത്തല്ല, മനസ്സിലായടാ? മനസ്സിലായി? അതൊക്കെ നിന്റെ അവിടെ എന്ത് പണിക്ക് പോകണം, എന്ത് ചെയ്യണം, എന്ത് ചെയ്യേണ്ടെന്ന് കാലം കുറേ ആയതുകൊണ്ട് തന്നെ ഇവിടെ നിൽക്കുന്നത്. നീ ഇന്നലെ വന്നതാണോ അല്ലേ? അതൊക്കെ നിന്റെ അവിടെ കയ്യിൽ വെച്ചാൽ മതി. നീ പറയുമ്പോൾ അനുസരിക്കുന്നവന്മാരുടെ അടുത്തൊക്കെ പോയി പറഞ്ഞാൽ മതി, അത് എൻ്റെ അടുത്ത് വേണ്ട. മനസ്സിലായടാ? മനസ്സിലായേ? അങ്ങനെ തമ്മിൽ തല്ലിച്ചിട്ട് പണി എടുത്തിട്ട് ഞാൻ പറയല, എനിക്ക് മടുത്ത്. ഞാൻ പറയട്ടെ, ഞാൻ ഇപ്പം എത്ര മിനിറ്റ് ലൈവ്, ഞാൻ പറയാം ഇപ്പം എത്ര മിനിറ്റ് ഞാൻ ലൈവ് തുടങ്ങിയിട്ട് 1/2 മണിക്കൂറായപ്പോൾ എനിക്ക് ചടക്കൽ തുടങ്ങി ഈ പരിപാടി. ഇവനൊക്കെ എങ്ങനെ ഇത് 1 മണിക്കൂർ ഇരുന്നാണ്ട് ഇങ്ങനെ അവരാധിച്ചാണ്ട്, ഞാൻ പറയുമ്പോൾ 2 മിനിറ്റ് ഓണാക്കിയാണ്ട് പോയി തരാം നിങ്ങൾക്ക്. കാരണം എന്നെ പറ്റി പറയാൻ വേറൊന്നുമില്ല, നിന്നെപ്പറ്റി അങ്ങനല്ലല്ലോ. നിന്നെപ്പറ്റി 50,000 പേജിന്റെ ബുക്കിൽ എഴുതിയാൽ പോലും നിന്റെ ഷെയ്ക്കിന്റെ 10,000 അപരാധങ്ങളെന്ന് പറഞ്ഞാൽ പോലും 4 പുസ്തകമായിട്ട് ഇറക്കേണ്ടി വരും. അത്രയും തന്തലാടി ചെയ്തു കൂട്ടിയിട്ടുണ്ട് നീ. നിനക്ക് പറയാനൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് നിനക്ക് പെട്ടെന്ന് നീ ഇതായി പോണത്, മനസ്സിലായ? ബുദ്ധിയുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കോ ഇവന്റെ ഒക്കെ സ്വഭാവം എന്താണുള്ളത്. ഇന്നോട് തന്നെ മാരിനെ പറ്റി ഇരുന്ന് കുറ്റം പറഞ്ഞ് മാരിന്റെ ഇത്രയും കിട്ടിയത് ഷെയ്ക്ക് പഠിച്ചില്ലേ, ഇനിയെങ്കിലും നന്നായിക്കൂടെ എന്നുള്ള രീതിയിൽ പറഞ്ഞാണ്ട് ഞാൻ ഇന്നലെ വന്നാണ്ട് മാരിനെ കുറ്റം പറഞ്ഞപ്പം അപ്പൊ മാരിന്റെ സൈഡ് മാരിനെ. എടാ എന്റെ ദൈവമേ ഗൈസ്, എന്റെ അടുത്ത് ഞാൻ ഇത് മാരി അല്ലെന്ന് പറയണേ. മാരി ലൈവ് കാണുന്നുണ്ടെങ്കിൽ മാരി എന്റെ അടുത്ത് പറയുക ഗൈസ്, എന്റെ അടുത്ത് ഒരു ദിവസം വന്നിട്ട് പറയുക, ഇതാണടാ എന്റെ മാരി, ഇതാണ് എന്റെ മാരി.
ബ്രോ നിങ്ങൾ എന്തെങ്കിലും പറയുവാണെങ്കിൽ എനിക്കങ്ങ് ചങ്ക് പൊട്ടും. അതുകൊണ്ടാണ് ഞാൻ ഇവന് വേണ്ടിയിട്ട് നിങ്ങളെയൊക്കെ ഒരുപാട് വെറുപ്പിച്ചത്. ക്ഷമ ചോദിക്കും നിങ്ങളെ. പക്ഷെ ഇവൻ എനിക്ക് അത്രയ്ക്ക് ജീവിതത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളായെന്ന് പറഞ്ഞ് എൻ്റെ മുമ്പിൽ വെച്ച് പരിചയപ്പെടുത്തി ഞാൻ മാരിക്ക് ഷെയ്ക്കാൻഡും കൊടുത്ത് എല്ലാം വിട്ടേരടാ എന്ന് പറഞ്ഞ് വിട്ട ഒരാളാണ് ഞാൻ. എന്നിട്ട് ഓൺ ദ വെരി നെക്സ്റ്റ് ഡേ പോയിട്ട് എന്നെ ഇവനെ ഇരുന്ന് അപരാധിക്കുന്നു എന്ന് പറഞ്ഞ് ഈ ഷെയ്ക്ക് ഇവർ രാവിലെ വിളിച്ചിട്ട് ഫോണിനകത്ത് വിളിച്ചിട്ട് എനിക്ക് അന്നത്തെ ദിവസം സസ് തോന്നിയോണ്ട് മാത്രമാണ് ഗൈസ് ഈ ഒരു കോള് റെക്കോർഡ് ചെയ്ത് വെച്ചാൽ ബാക്കിയൊന്നും ഞാൻ റെക്കോർഡ് ചെയ്തിട്ടില്ല. ഇവ എന്നെ വിളിച്ചിട്ട് പറയാം മാരി ഞാൻ ഷെയ്ക്കിനോട് അങ്ങോട്ട് പറഞ്ഞ് ചിരിച്ചു. ഞാൻ ഇവനെ അല്ലേ ഷെയ്ക്ക് എന്നെ പരിചയപ്പെടുത്തിയിട്ട് ഷെയ്ക്കിൻ്റെ അടുത്ത ആളാണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയത്. എന്നിട്ട് ഇപ്പം എന്ത് ചെയ്യാനാ ഈകളെ എല്ലാം തിരിച്ചറിയാൻ വേണ്ടി ഇതായിപ്പോയി എന്ന് പറഞ്ഞ്. അന്നേരം ഞാൻ പറഞ്ഞ് രാജുഭായുടെ ലൈവ് കണ്ടായിരുന്നു ഇന്ന്. മറ്റേ രാജുഭായ് അന്നെ ആ ദിവസം വിളിച്ചായിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് ലൈവ് ഇട്ടപ്പോൾ അതിനകത്ത് പറയുന്നുണ്ട് മാരി വന്ന് എന്തോ പറയാൻ പോകണം. അന്നേരം ഞാൻ ഇവനോട് അത് പറയുകയും ചെയ്ത് മാരി വന്ന് ഇനി അപരാധിക്കുമല്ലോ എന്ന്. ആ പറഞ്ഞ കാര്യമാണ് ഇവൻ ഇത് കൺവേർട്ട് ചെയ്ത് പറയണേടാ. ഇവൻ്റെ പോലൊരു എൻ്റെ അമ്മച്ചി അത്രയും സപ്പോർട്ട് ചെയ്തിട്ട് ഷെയ്ക്ക് ഇന്നലെ വന്നു കണ്ടിരുന്ന് മാരിനെ അപരാധിക്കുന്നു. ഇവ മാരിനെ ഇരുന്ന് കുണ്ണത്തരം പറയണതിന്റെ ക്ലിപ്പാണത്. എടാ മാരിയുടെ കുണ്ണത്തരം പറയാൻ മാരി എന്താ നല്ലത് ചെയ്തിട്ടുള്ളത്? നീ പറഞ്ഞിട്ട് പെണ്ണേഴ്സ് അപ്പാൻ പോയനാ. പിന്നെ അവനോട് കുണ്ണത്തരം അല്ലാതെ അവനെ വിളിച്ചിരുത്തി സീതാ കല്യാണ പാടിക്കൊടുക്കണോ ഞാൻ അവൻ്റെ ചെവിയിൽ? പിന്നെ അവനോട് എന്താണ് നല്ലത് പറയണേ? നല്ലതാണോ ചെയ്ത്? നീ അവനെ പറഞ്ഞു വിട്ട് ചെയ്യിപ്പിച്ച നല്ലതാണോ? നീ നല്ലതാണോ ചെയ്യിപ്പിച്ച അവനെ പറഞ്ഞു വിട്ട്? ഇവൻ പൊട്ടനാണാ? മാരിയെ പറഞ്ഞ എന്താ പ്രശ്നം? മാരി ചെയ്ത പോക്കൃത്തത്തിനാണ് മാരിയെ പറഞ്ഞത്. അത് ഞങ്ങൾ റിയൽ ലൈഫിൽ കണ്ട സമയത്ത് തന്നെ പറഞ്ഞു തീർത്തിട്ടുണ്ട്. ഇവന് പ്ലേ ചെയ്യ. നീയാ ചിരിക്കാൻ പോണേ. നീ പ്ലേ ചെയ്യടാ. നീ പ്ലേ ചെയ്യ്. അത്ര പറയുന്നുള്ളൂ. ഞാൻ ഇതിലൊന്നും ഇടപെടാതെ നിങ്ങൾ നാളെ നോക്കടാ എന്താ ഞാൻ ടി വിയൊക്കെ ഞാൻ ചെയ്തത്. ഇവനെ വിശ്വസിട്ടാക്കണത്. ഒന്നാണ്ട് ആദ്യം പറയണേ നിങ്ങൾ പറയുന്നത് ശരിയാ ചാറ്റ്. ഞാൻ നിങ്ങളങ്ങ് പറയുമ്പോൾ വിശ്വസിച്ച് പോകും. ഇവന്മാരെന്നെ നിങ്ങൾ എൻ്റെ അടുത്ത് മൈരേ ഞാൻ വല്ലതും പറയും പൊയ്ക്കൊന്ന് എൻ്റെ മുമ്പ്. ഇതാ കൺവിൻസിങ് ഡോണ്ട് ടേക്ക് പ്ലേ പോലെ ആണെന്നുണ്ടെങ്കിൽ പറ്റുന്ന പോയായിട്ട് ഇരുന്നാണ്ട് കൺവേർട്ടിങ് എന്താ കണ്ടോ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ അങ്ങനെ ഒരുത്തന്റെ ഓസിയായിട്ട് നീ വന്ന ഞാൻ അപ്പൊ പറഞ്ഞതാ. നീ നിന്നെ പേടിപ്പിക്കുന്നോ പറയിപ്പിക്കുന്നോന്നല്ല, മനസ്സിലായോ? പുണ്ടച്ചി നിനക്കൊരു തോന്നലുണ്ട്. നിനക്ക് മാത്രം നീ ഒരു കുന്തവും ചെയ്യാൻ പോകണില്ലടാ ശിഖണ്ഡി. നീ ഒരു കുന്തവും ചെയ്യാൻ പോകണില്ല. നീ എന്ത് ചെയ്യും? നീ കാണിച്ച തന്തലായുടെ 1/3 ഇവിടെ ഒരാളും ഈ കേരളത്തിൽ കാണിച്ചിട്ടുണ്ടാവില്ല ഒരു ഗ്യാങ്ങിന് വേണ്ടിയിട്ട്. നീ എന്ത് ചെയ്യും? നീ അത് ഞാൻ ഒരു ഓസി ഇപ്പൊ പറഞ്ഞില്ല. നിനക്കാണെങ്കിൽ വെല്ലുവിളിയായിട്ട് തരുക. നീ തന്തയ്ക്ക് പറഞ്ഞവനാണെങ്കിൽ നീ കാണിക്കടാ. നീ കാണിച്ചിട്ട് പോയാൽ മതി. ഇനി നീ ഈ ബോംബ് നിന്റെ വായിക്കകത്ത് വെച്ച് പൊട്ടിച്ചാൽ മതി. നീ ഇതൊക്കെ കാണുമ്പോൾ പേടിക്കുന്ന ഊച്ചാളി പിള്ളേരുണ്ടാവും. അവരുടെ അടുത്ത്, എൻ്റെ അടുത്ത് വേണ്ട ഇതൊന്നും. മനസ്സിലായോ? നീ ആരുടെ ഭീഷണിപ്പെടുത്തുന്നത്? നീ ആരെയാണ് ഭീഷണിപ്പെടുത്തുന്നത്? ബോംബൊക്കെ നിന്റെ കയ്യിൽ വെച്ചാൽ മതി. ഇതൊക്കെ കേൾക്കുമ്പം ഞാൻ ഇപ്പം ഇതിട്ടെന്ന് പറഞ്ഞ് മിണ്ടാതിരിക്കുമായിരിക്കും. മിണ്ടാതിരിക്കുന്ന വേറെ ആൾക്കാരുണ്ടായിരിക്കും. എന്നെ ആ കൂട്ടത്തിൽ നീ പെടുത്തരുത്. നിന്റെ കൂട്ടത്തിൽ നീ കണ്ടു വളർന്ന ശിഖണ്ഡികളെ പോലുള്ള ആളല്ല ഞാൻ. മനസ്സിലായോ? എന്നെ അതിനകത്ത് പെടുത്തരുത്. നീ കൊണ്ടുവന്ന ഓസി കൊണ്ടുവന്നത് മോങ്ങാൻ പോണത് നീയും നിന്റെ കൂടുള്ളവന്മാരുവാ ഏറ്റവും കൂടുതൽ. അതാദ്യം നീ മനസ്സിലാക്കിക്കോ. അത് കഴിഞ്ഞിട്ട് മതി നിന്റെ ഈ മാസടിയൊക്കെ. ഈ മാസടി അടിച്ച് മറ്റേ കൊച്ചു പിള്ളേരുടെ അടുത്ത് വർക്കാവും. എൻ്റെ അടുത്ത് ഇറക്കരുത് നീ ഇതൊന്നും. അവന് ഓസിയുടെ കോപ്പും കൊണ്ട് വന്നേക്കുന്നു. തെറി പറയാനും നിനക്ക് മാത്രം എല്ലാവരും അപരാധിക്കാനും എന്തോ ലൈസൻസ് അല്ലാണ്ട് ഞാൻ നിന്റെ കണക്കിന് ഞാൻ നീ ഒരേ മാതിരി ആവരുത് നേരിട്ടാ ഞാൻ കുറെ കൺട്രോൾ ചെയ്ത് നിന്റെ കാര്യങ്ങൾ. എടാ ഞാൻ നീ ഒരിക്കലും ഇങ്ങനെ ആവത്തില്ല. നിന്നെ പോലെ തന്തയില്ലാത്തവനാവത്തില്ല ഞാൻ. ഒരിക്കലും അങ്ങനെ ആവത്തില്ല. നിന്നെ പോലെ തരം താഴാൻ ലോകത്ത് നിനക്ക് മാത്രമേ പറ്റുള്ളൂടാ. നിനക്ക് മാത്രമേ പറ്റുള്ളൂ ലോകത്ത്. അത് വേറൊരാൾക്കും പറ്റത്തില്ല. അതാദ്യം നീ മനസ്സിലാക്കേണ്ട ഒരു സത്യമാണ്. നീ ഞാൻ ഒരുപോലെ എവിടെടാ കണ്ടി നീ ഇരിക്കുന്നേ? ഇരുന്ന് ഊമ്പല്ല അധികം, മനസ്സിലായോ? നിങ്ങൾക്ക് ഞാൻ ആ ദിനോക്സിനുള്ള കൊടുത്തുകൊണ്ട് വിട്ടിട്ടുള്ളൂ. തീട്ടമായോ അതിലൊക്കെ ഇവൻ ആരടാ? ആറച്ചണ്ടടാ അത്ര അച്ചിപ്പട്ടി. പിന്നെ മറ്റേ എന്നിട്ട് രാത്രി വന്ന് ക്യാമറ ഓഫ് ആക്കി വേറെയുള്ള ആൾക്കാരെ ലെവലിൽ പോയാണ്ട് കമ്മ്യൂണിറ്റി മറ്റേ അണ്ടിയാണ് പറയാണെന്ന് പറഞ്ഞാൽ നടക്കണ കുണ്ണൊക്കെ വന്ന് ഇരുന്നാണ്ട് അവരാധിക്കണേ പച്ചക്കും തന്തക്കും തള്ളക്കും ഇരുന്നിട്ട്. ഇവനാണ് മറ്റേ സിയാസവന്റെ മെസ്സിന്റെ ഈ സാധനം പറഞ്ഞതിനൊക്കെ ഇരുന്നാണ്ട് ഇതാക്കണേ. എന്നെ കൊണ്ട് അധികം പറയിപ്പിക്കല്ലേ. എനിക്കത് പറയാൻ
അതെന്ത് കേസാണ് ഈ CR7 ഇതിൻ്റെയും കാര്യം? എടാ അതിനകത്ത് എന്താ പറഞ്ഞേ? അതിനകത്ത് എന്താണ് നക്കി പറഞ്ഞത് നിന്നോട്? എടാ ഒരാൾക്കെതിരെ ഒരു അലിഗേഷൻ പറയണ സമയത്ത് അവരെ അല്ലെങ്കിൽ ഇതാക്കുന്ന സമയത്ത് അവരുടെ കഴിവ് വെച്ചിട്ടും അച്ചീവ്മെൻറ്റ് വെച്ചിട്ടും സംസാരിക്കണം. അല്ലാതെ മറ്റേ ഇതും വെളിയിലത്തെ സാമാനം വെച്ച് മൂഞ്ചിക്കൊണ്ടിരിക്കുന്നത് അല്ലെന്നാണ് പറഞ്ഞത്. അത് നിനക്കിട്ടാ മെയിനായിട്ട്, അത് നിന്നെ പോലത്തെ തീട്ടങ്ങളെ വെച്ചിട്ടാണ് മെയിനായിട്ട് ഉദ്ദേശിച്ച് പറഞ്ഞത്. മനസ്സിലായ? നിനക്കൊന്നും ഒരു അച്ചീവ്മെൻറ്റ് പറയാനില്ല. പറയാനുണ്ടെങ്കിൽ ഇതാ ഇങ്ങനത്തെ കുറേ ഭീഷണിയാ, മനസ്സിലായ? അല്ലാതെ വേറൊന്നുമില്ല. അവന്റെ വർത്താനം. ഫാൻ ഫൈറ്റ് ഓക്കെ, പക്ഷെ ഗ്രഡ്ജ് ആവല്ലേ? മനസ്സിലായോ? നിനക്ക് ഞാൻ സാധനത്തോടക്കം ഞാൻ കാണിച്ചു പോലും മൂല. അടുത്തത് പ്ലേ T47 പ്ലേസ് ഒന്നും എവിടെ പോയിട്ടില്ലടാ. ഇവന്മാരായിട്ട് എനിക്ക് കോൺടാക്ട് ഉണ്ട്. ഈ പറയപ്പെട്ട എല്ലാവരും എനിക്ക് കോൺടാക്ട് ഉണ്ട്. ഇവന്റെ റിയൽ ഫേസ് എന്താണെന്നുള്ളതൊക്കെ ഈ പറയപ്പെട്ട കുറേ സാധനങ്ങൾ ഉമ്മാർ കൺവേർട്ട് ആക്കി തന്നത് ഇവന്മാർ എടുക്കില്ല എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞ ശേഷം ഉമ്മാർ എനിക്ക് മെസ്സേജ് കണ്ട് എന്നെ ബോധ്യപ്പെടുത്തിയ കുറേ തെളിവ് സഹിതം ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അമ്മാരൊക്കെ പാവങ്ങളാണ്. ഇവന്റെ ട്രാപ്പിൽ പെട്ട് ഞാൻ ഒരു കാര്യം ഓപ്പൺ ചലഞ്ചോടെ പറയാം. എത്ര ആരെങ്കിലും ഇവന്റെ ഫാൻ ബേസ് ആണെന്ന് പറയുന്ന ഏതെങ്കിലും ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ഈ പറയപ്പെട്ട RPക്ക് അകത്ത് കയറി സിറ്റിയിൽ വന്ന് കുറച്ച് വാച്ചിങ്ങിൽ ഒരു 100-500 വാച്ചിങ്ങിൽ ഇവന്റെ ഓപ്പണന്റ് ആയിങ്ങാണ്ട് ഒന്ന് നിന്ന് നോക്ക്. ഇവന്റെ റിയൽ ഫേസ് എന്താണെന്നുള്ളത് അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. അതേ ഞാൻ പറഞ്ഞുള്ളൂ. അതേപോലത്തെ ഒരു ഫാൻ ബേസിൽ കുറെ കാലം റെസ്പെക്ട് ചെയ്ത് അത്രയും മനസ്സിന്റെ ഉള്ളിൽ സ്ഥാനം കൊടുക്കുന്ന ഒരാളാണ് ഞാൻ. ഇവന്റെ ഓപ്പോസിറ്റ് അങ്ങ് നിൽക്കുമ്പോണ്ടല്ലോ ഇവ എന്ത് കുണ്ണാണെന്നുള്ളത് നിങ്ങൾക്ക് അപ്പം മനസ്സിലാവും. നീ അപ്പം MRC വലുതാക്കാൻ വേണ്ടി എന്നെ ഓഫ്ലൈനിലിരുന്ന് അപരാധിച്ചെന്ന് പറഞ്ഞത് എന്തിനു വേണ്ടിയിട്ടാ? നിന്റെ ഗ്യാങ് ഉണ്ടാക്കാനല്ലേ? എനിക്ക് സിറ്റിയിൽ എൻ്റെ ഗ്യാങ്ങാ വലുത്. ഏതാവും വന്നാലും ഞാൻ ഇത് തന്നെ പറയുള്ളൂ ഗൈസ്. ഇത് നിങ്ങൾ പബ്ലിക്കിനോട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാനുള്ള കാര്യമല്ലേ ഗൈസ്? നിങ്ങൾ നാളെ ഓപ്പോസിറ്റ് എനിക്ക് വന്നാലും പരുന്തു വാസു എന്ന് പറയുന്ന ക്യാരക്ടർ നിൽക്കാൻ പോണത് TVക്ക് വേണ്ടിയിട്ടായിരിക്കും. TVക്ക് വേണ്ടിയിട്ട് അങ്ങനെ സംസാരിക്കുകയുള്ളൂ. പിന്നെ ഞാൻ ആർക്ക് വേണ്ടി സംസാരിക്കണം? എനിക്ക് വേണ്ടി അല്ലാതെ എനിക്ക് ഇവനെ പുറത്ത് പരിചയം ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ ഇവന് വേണ്ടി സംസാരിക്കണോ? ഇവന് വേണ്ടി സംസാരിക്കണം, എൻ്റെ ഗ്യാങ്ങിന് വേണ്ടിയിട്ടല്ലാതെ. കഷ്ടോടെ കൊല്ലങ്ങളായിട്ട് TV ഓഡിയൻസിനോട് നമുക്ക് ഹേറ്റ് ഇല്ല. ഈ പറയുന്ന TV പ്ലേയേഴ്സിനോട് നമുക്ക് ഹേറ്റ് ഇല്ല. പക്ഷേ ഈ കുണ്ണത്താളത്തിന് ഇരുന്നാണ്ട് നിങ്ങൾ മന്ദബുദ്ധികളായിങ്ങാണ്ട് ഇവനെ വിശ്വസിക്കല്ലേ? അത്ര എനിക്ക് പറയാനുള്ളൂ. ഇവ ഒരാളെ ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവന്മാർ ആദ്യം ഇട്ടൊന്ന് കൊടയും. മനസ്സിലായോ? അപ്പൊ അവന്മാർ അതിൽ ചൂണ്ട കൊത്തുന്നുണ്ടോ നോക്കും. അപ്പൊ ഇരുന്ന് അവരാളും തുടങ്ങും. അതാണ് ഇവന്റെ അച്ഛൻ. ഇവൻ വന്നിട്ട് ചെറിയ അടിച്ച് പൊളിക്കുന്നു ഫ്ലഫിന്റെ. ഇവ ആര് എടാ ഞാൻ പറയട്ടെ, ഇവൻ ഒരാൾക്ക് ഒരു സഹായം ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ മുത്തേ ഇവന്റെ ഒരു 10 പൈസ വാങ്ങല് അതുകൊണ്ട് കുടുങ്ങും. മനസ്സിലായോ? അതുകൊണ്ട് കുടുങ്ങും. ഇവൻ ഫ്ലഫിനെ അന്ന് ഫ്ലഫി തലേ ദിവസം എന്റെ വീട്ടിൽ ചെന്നപ്പോൾ ഫ്ലഫി ഇതിന്റെ അടുത്ത് പറഞ്ഞതാ എന്തോ കൊയഞ്ഞു വീണിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടായത് ഈഗിളാണ്, അവിടെ ചെന്നാണ്ട് ബില്ല് കൊടുത്തത് ഈഗിളാണെന്നുള്ളത്. അത് കൊടുക്കണ്ടെന്ന് ഫ്ലഫി അത്രയും പറഞ്ഞിട്ട് കൊടുത്തതാണെന്ന് പറഞ്ഞപ്പോൾ അത് ഇവൻ കളിയാക്കാനുള്ള ചാൻസ് ഉണ്ടെന്നുള്ള ഫ്ലഫി ഇതിന്റെ മുമ്പേ എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു കളിയാക്കാനതിന്റെ പൈസയുടെ കേസല്ല, പൈസ കൊടുത്താൽ തീരുന്നതല്ലേ ഉള്ളൂ എന്നുള്ളത്. ഇതൊക്കെ ഞാൻ എപ്പോ എടുത്തു പറഞ്ഞടാ? എടാ ഇവനൊക്കെ ഗൈസ് ഇവൻ പറയുമ്പോഴല്ലേ നിങ്ങൾ പോലും ഇത് അറിയുന്നേ? ഈ ഇൻസിഡന്റ് നിങ്ങൾക്കറിയായിരുന്നോ? എൻ്റെ വീട്ടിൽ വന്ന് ഫ്ലഫി ഒരു ദിവസം തല കറങ്ങി വീണ് എൻ്റെ വീട്ടിൽ വന്നിട്ട്. എന്നിട്ട് അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതും ഇതാക്കിയതും എല്ലാം ഞാൻ ഇതിൻ്റെ കണക്കൊന്നും ഞാൻ ഇങ്ങും പറഞ്ഞിട്ടില്ല. ഇന്നലെ ഓക്സിയുടെ പീസിയുടെ കാര്യം പറഞ്ഞപ്പം ഫ്ലഫിയുടെ അടുത്ത് എനിക്കും അങ്ങനെ കുറച്ച് കണക്കുകൾ പറയാനുണ്ടെന്ന് പറഞ്ഞത്. അത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ പപ്പടത്തിന് PC എടുത്തിട്ട് കൊടുത്തിടം തൊട്ട് കുറേ കാര്യങ്ങൾ ഗാഡ്ജറ്റ്സിൻ്റെ കാര്യം പറയാനുണ്ട്. എടാ ഇത് കൺവേർട്ട് ചെയ്ത് ഇവൻ്റെയൊക്കെ മനസ്സിലെ വിഷം ഉണ്ടല്ലോടാ, ഇവൻ്റെയൊക്കെ മനസ്സിലെ വിഷം. ഫ്ലഫി നീയാ ഇത് പറഞ്ഞെങ്കിൽ ഫ്ലഫി എനിക്ക് റിഗ്രറ്റ് ഉണ്ടോ? അന്നത്തെ ദിവസം എങ്ങനെയാണ് നിന്നെ എൻ്റെ വീട്ടിൽ ട്രീറ്റ് ചെയ്തതെന്ന് എനിക്കറിയാം ഫ്ലഫി. ആ വീട്ടിൽ ഉണ്ടായിരുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാം. എടാ ഇതൊന്നും ഞാൻ ഒരിടത്ത് പോലും പറഞ്ഞിട്ട് പോലും ഇല്ല. ഒരിടത്ത് പോലും ഈ ലൈവ് കാണുന്ന ഒരാളുടെ അടുത്തോ അല്ലെങ്കിൽ ഇതിനകത്ത് ഒരു വട്ടം പോലും ഞാൻ പറഞ്ഞിട്ടില്ല. ഫ്ലഫി ദിഗോടെ നിങ്ങൾ രണ്ടുപേരെയും MRCക്കകത്ത് കയറിയതിന് ശേഷം എന്ന് പറയില്ല, നിന്നെ ഞാൻ ഒറ്റ വട്ടം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നീ ടർഫിൻ്റെ കാര്യത്തിൽ കളിയാക്കിയ സമയത്ത്. ഇല്ലടാ VC വിളിക്കണ്ട. ഇവ വല്ല അതൊക്കെ വിട്ടേരെ. എനിക്ക് ഈ കാര്യമൊന്നും സംസാരിക്കാൻ താല്പര്യമില്ല. എനിക്ക് ഇങ്ങനത്തെ ആശുപത്രി കൊടുത്ത പൈസയുടെ കണക്കൊന്നും പറയേണ്ട കാര്യം എനിക്ക് ഗതികേടൊന്നും എനിക്ക് അത്രയും വന്നിട്ടില്ലടാ. എനിക്ക് ആ ഗതികേടൊന്നും. ഞാൻ അതൊന്നും വേറെ ഒന്നിനും വേണ്ടി ചെയ്തതല്ല. നമ്മുടെ മുമ്പിൽ ഒരാൾ അങ്ങനെ വീണ് ബോധമായിട്ട് കിടക്കുമ്പോൾ നമുക്ക് ആ സമയത്ത് മറ്റേ MRCയിലുള്ളതെന്ന് പറഞ്ഞ് ഞാൻ നോക്കാതിരിക്കണോ? ഗൈസ് ആ വീട്ടിൽ ഫ്ലഫി മാത്രമല്ലായിരുന്നു. ഇത്ര ഇഷ്യൂസ് നടന്നുകൊണ്ടിരുന്ന സമയത്ത് റിബലും ഫ്ലഫി അടക്കം എല്ലാവരും എൻ്റെ വീട്ടിലുണ്ടായിരുന്നു. എൻ്റെ വീട്ടിൽ വന്നിട്ട് ഞാൻ ഇവരെ ഒരു മോശം രീതിയിൽ ഞാൻ ട്രീറ്റ് ചെയ്തിട്ടില്ല. ഇവരുടെ കൂടെ ഇരിക്കുമായിരുന്നു. ഇതെടുത്ത് പറയാൻ കാണിച്ച മനസ്സുണ്ടല്ലോടാ ഇത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ലാസ്റ്റ് ഡ്രീമറിൻ്റെ ലൈവിനകത്ത് ഞാൻ പറഞ്ഞ കാര്യം ഇതാണ്. ഫ്ലഫി തലേദിവസം പോലും നീ എൻ്റെ വീട്ടിൽ വന്നതാ,
എനിക്കറിയാം എന്തൊക്കെ പറയാനുള്ള കാര്യങ്ങളൊക്കെ എന്താണെന്ന് എനിക്കറിയാം. അന്നത്തെ ദിവസം നീ കൺഫസ് ചെയ്ത കുറേ കാര്യമുണ്ട്, നീ എന്നോട് പറഞ്ഞ കാര്യങ്ങളുണ്ട്. ഓക്സിയുടെ PC-യുടെ കാര്യത്തിലാണ് നമ്മൾ സംസാരം തുടങ്ങിയത്, അല്ലാതെ നിന്റെ മറ്റേ ആശുപത്രി കൊണ്ടുപോയ കണക്കൊന്നും ഞാൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല. ഫ്ലഫി, എനിക്കതിൽ റിഗ്രറ്റ് ഉണ്ട് ഫ്ലഫി, സത്യമായിട്ടും. ഞാൻ നിന്റെ പേരൻസിനെ വരെ വിളിച്ച് സംസാരിച്ചിട്ട് ഒരാളാണ് ഞാൻ. സത്യം പറയാലോ, ഈ കാര്യം ഇതൊക്കെ ഇവനെ പോലത്തെ കുണ്ണുകൾ ഈ ഒരു മൊമെന്റിൽ നമുക്കെതിരെ പറയാൻ വേണ്ടി യൂസ് ചെയ്തെന്ന് കേട്ടപ്പോൾ തന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ റിഗ്രറ്റ് ഉണ്ടടാ. അല്ല ഞാൻ ഒരു ഒറ്റ കാര്യം ഞാൻ പറയട്ടെ. ഫ്ലഫിയുടെ ഞാൻ പറയട്ടെ, ഓക്സിയുടെ കാര്യം വെച്ചാൽ ഇത് പറയുന്നത് ഞാൻ പറയട്ടെ. ഇപ്പം ഷെയ്ക്കും എക്സാമ്പിൾ നമ്മുടെ എല്ലാവരും കൂട്ടുകാർ റിയൽ ലൈഫിൽ തോളെ കയറ്റുകൊണ്ട് നടക്കുന്ന കൂട്ടുകാരന്മാർ, നമ്മൾ ഒരു ഗ്യാങ്ങിൽ കളിച്ചമാര്, ആ ഒരു ഫ്രീഡത്തെ അനുസരിച്ച് നമ്മൾ പലതും പറയാം, അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. മനസ്സിലായി? ഒരു സൈഡിൽ നിന്നല്ല ഇത് പറയുന്നത്. പ്രൂഫ് 0, എക്സ്പ്ലനേഷൻ 100. എടാ, നീയൊക്കെ എന്നോട് ചോദിക്കണ്ട ഇതൊക്കെ ശരിയാണോന്നും, നീ ഓപ്പോസിറ്റ് ഇരിക്കുന്ന അവന്മാരോട് പോയി ചോദിക്കടാ. നീയൊക്കെ അവന്മാരോട് പോയി ചോദിക്കും ഇതൊക്കെ സത്യമാണോ അല്ലയോ എന്ന്. അവന്മാർ പറയും. എനിക്ക് നിന്നെ ഒന്നും കണ്ട് പ്രൂഫ് കാണിച്ച് ബോധ്യപ്പെടുത്തി നിന്നെ ഒന്നും എൻ്റെ ലൈവ് കാണിക്കാൻ ഇരുത്തണ്ട. നീ പോയി അവനോട് ചോദിക്ക്. ഇങ്ങോട്ട് പറയുന്നതൊക്കെ വായിക്കാത്ത ഊമാനല്ലേ ഇവിടെ കേൾക്കുന്നത്. മനസ്സിലായോ? അതൊന്നും നമ്മളൊന്നും പറയുന്നില്ല. ഞാൻ കോൺട്രവേഴ്സി ആക്കാൻ ഒന്നിനും അല്ല ഇവിടെ വരുന്നത്. ഞാൻ കാര്യമായിട്ട് പറയാണ്. അതിൽ ഫ്ലഫി പറഞ്ഞിട്ടുണ്ടായിരിക്കും, ഓക്കെ, അവന്റെ വിശ്വാസത്തിൽ ഓക്സി മറ്റേ ഇവർ രണ്ടുപേരും ഒരുമിച്ച് കൊച്ചിയിലാണ് താമസിക്കുമ്പോൾ ഒരുമിച്ചാണ് നടക്കുന്നത്. അപ്പം ആ ഒരു ഇതിന്റെ ഇടയിൽ ഫ്രീഡായിട്ട് രണ്ട് കൂട്ടുകാരന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായങ്ങൾ പറയും. അതൊക്കെ ഒരു ഗ്യാങ്ങിൽ കയറുമ്പോൾ അവിടെ പോയി ഊമ്പിച്ചിട്ട് അവിടെ പോയി കാര്യങ്ങളെല്ലാം ഇങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടും അവനെ മാത്രം ഒന്ന് കുണ്ണയാക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അതൊക്കെ നിർത്ത്. മനസ്സിലായോ? ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് ഇത്രയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാരനാണ് എന്താണേലും ഓക്കെ ആണെങ്കിലും നിങ്ങൾ ഒരുമിച്ച് നിന്ന സമയത്ത് അവൻ്റെ എയിംപ്ലേയും അവന് സ്കില്ലുണ്ടെന്ന് കണ്ട് അവനൊരാൾ ഒരു PC വാങ്ങിച്ചു കൊടുത്ത് അച്ചീവ്മെൻ്റ് ആയിട്ട് അവന് ജീവിതത്തിൽ കിട്ടിയ ഒരു സാധനമാണ്. ആ സാധനം നിങ്ങൾ കൂട്ടുകാരനായിട്ടിരിക്കുമ്പോൾ ആണെങ്കിൽ പോലും നിങ്ങൾ പോയിട്ട് പറയുമോ അറ്റ്ലീസ്റ്റ് വാങ്ങിച്ചു തന്ന PC-യുടെ നന്ദിയെങ്കിലും കാണിക്കടാന്ന്? നിനക്ക് ഒരു ആത്മാർത്ഥം, നിൻ്റെ ഒരു കൂട്ടുകാരൻ നിന്നോട് അങ്ങനെ നോക്കി നിന്നോട് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അത് ശരിയാണോ? അത് നോർമലൈസ് ചെയ്യുന്ന പോലെയാണ് ഇവൻ സംസാരിക്കണേ. ഇവൻ അത് നിങ്ങൾ എനിക്കറിയത്തില്ല എല്ലാവർക്കും നോർമലാണോ എന്ന്. എനിക്കത് നോർമലല്ല. എനിക്ക് എൻ്റെ ഒരു കൂട്ടുകാരൻ എൻ്റെ അടുത്ത് അങ്ങനെ എന്നോട് വന്ന് പറഞ്ഞാൽ എനിക്കത് നോർമലല്ല. അവനോട് അത് നീ പൊതുവേദി പറഞ്ഞാലും അവൻ്റെ അടുത്ത് പേഴ്സണലി വന്ന് പറഞ്ഞാലും അത് തെറ്റാ. എൻ്റെ അടുത്ത് ഇന്നലെ ഓക്സി പറഞ്ഞ കാര്യമാണ്, അണ്ണാ ഈ PC കിട്ടിയതിൻ്റെ അന്ന് തൊട്ട് എനിക്ക് സമാധാനമില്ലാതെ ഒരു കേഴ്സ്ഡ് പോലെ ആയി, ഇതിപ്പോൾ എനിക്ക് ഒരു താല്പര്യമില്ല എന്നുള്ളൊരു രീതിയിൽ. അവൻ അത്രയും വിഷമമായൊരു കാര്യം നമ്മളോട് വന്ന് പറഞ്ഞതാ. ഈ കേൾക്കുന്നവന്മാർക്ക് ഇതൊക്കെ നോർമലൈസ് ചെയ്യുന്നവന്മാർക്ക് ഇതൊന്നും ബാഡ് ആവത്തില്ല. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തൂമിക്കാനാണ് അറിയാലോ, എവിടെ ചെന്ന് എത്തുമെന്ന് അറിയാലോ. ശരിക്കും രണ്ടുപേരും പറഞ്ഞിട്ടുള്ളത് അങ്ങനെ പറയാം, ഒരാൾ അങ്ങനെ പറയും, ഒരാൾ ഇവിടെ ആർക്കും പ്രൂഫും പറയും. നമുക്കുണ്ടല്ല ഇപ്പൊ റീസെന്റ് ആയിട്ട് നടന്ന തുപ്പിയും ഷമീറൊക്കെ അത്രയും ഒരുമിച്ച് നടന്നിട്ട് ഇപ്പൊ എന്തായി? അങ്ങനത്തെ ഒരു അവസ്ഥയിൽ അത്തരത്തിൽ എഴുതിയിട്ട് പലതും നമ്മൾ റിയാക്ട് ചെയ്യാതെ ഉണ്ടാക്കി ഇരുന്നാണ്ട് പോണത്. ഒരാൾ നല്ലതല്ല, ഒരു ഗുണി നല്ലതല്ല. പറ്റുന്നവരൊക്കെ കോണ്ടന്റ് കാണാ, RP കാണാ, പോവാ, അത് നിന്നാ മതി. മനസ്സിലായോ? അതിപ്പോ ഇവിടെ ആണെങ്കിലും അവിടെ ആണെങ്കിലും അത്രേ ഉള്ളൂ. ഇതൊക്കെ നീ നിന്റെ കാര്യം പറഞ്ഞാൽ മതി. നീ ലൈവ് ഓഫ് ആക്കുമ്പോൾ കാണിക്കുന്ന തന്തലാഴി ബാക്കി എല്ലാവരും കാണിക്കും എന്നുള്ളത് നോർമലൈസ് ചെയ്യില്ലടാ, കേട്ടാ? നീ നിന്റെ കാര്യം പറഞ്ഞാൽ മതി. നീ നോർമലൈസ്, നീ എല്ലാം ജനറലൈസ് ചെയ്യണ്ട. നീ അത് കഴിഞ്ഞിട്ട് പോയി രാത്രി പോയി ഇതിൽ പൂക്കൃത്തരം കാണിക്കുമായിരിക്കും. അത് നമുക്ക് എങ്ങനെ അറിയാം? അതെല്ലാവരും അങ്ങനെയാണോ ഒന്നാണോ? അതെല്ലാവരും അങ്ങനെയാണെന്നാണോ നീ അങ്ങ് പറയുന്നത്? അല്ല, ഫ്ലഫിയുടെ ഒരു കൂട്ടാൻ എടുത്ത ഒരു കാര്യം ഓഫ്ലൈനിൽ ഒന്ന് പറയുന്നു, അത് അവന്റെ അഭിപ്രായം. അതെടുത്ത് അവിടെ പറഞ്ഞിട്ട് വഴക്കുണ്ടാക്കുന്നത് എന്തിനാണ്? മനസ്സിലായോ? അത് ലൈവ് ഇട്ട് പറയേണ്ട ഒരു കാര്യമില്ല. എന്തായാലും ഉണ്ടെങ്കിൽ ഫ്ലഫിനെ വിളിച്ച് പറയാം, അല്ലെങ്കിൽ ഓഫ്ലൈൻ ഈസി വിളിച്ച് സംസാരിക്കേണ്ട കാര്യമുള്ളൂ. ഈ ലൈവ് ഇട്ട് പോകേണ്ട ഒരു ആവശ്യമില്ല. വീട്ടിൽ കയറി ഇരിക്കും, ഒരു ഗെയിമാണ്. ഗെയിമിന്റെ പേരിൽ വീട്ടിൽ കയറി ഇരിക്കുന്നത് കാണുമല്ലോ എന്തെങ്കിലും പറഞ്ഞിട്ട്. അല്ലല്ല, ഞാൻ എല്ലാവരും കാര്യം പറയാം. അവിടെ കുറെ എണ്ണം ഉണ്ട് ഇങ്ങനെ ഈ അപരാധം പറയാൻ വേണ്ടി മാത്രം ഇരിക്കുന്ന കുറേ ഉണ്ടല്ലോ. ഇപ്പൊ അവിടുത്തെ ഞാൻ കാര്യം പറയാം, സ്വന്തം കാര്യം. പോക്കിർത്തരം പറയുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട്. ഇതികൂടെ ഇപ്പോഴും പറയാം, ഇതികൂടെ വീട്ടിൽ കയറി അടിക്കുമെന്ന് പറഞ്ഞതേ അത് അവന് അവൻ ഇന്നലെ അത്രയും വലിയ കുറച്ച് ഷോ ഓഫ് ഇറക്കിയിട്ടാണ് അടിച്ച് വീട്ടിൽ കയറി അടിക്കുക, മോണ വരയ്ക്കുമെന്നാണ് പറഞ്ഞത്. മനസ്സിലായി? അത്ര വലിയ വെല്ലുവിളിയിലോട്ടൊക്കെ പോകുമ്പോൾ അങ്ങനെ ചെയ്യുമെന്നാണ് പറഞ്ഞത്. അല്ലാതെ വീട്ടിൽ പോയി അടിക്കുമെന്നൊന്നും അല്ല പറഞ്ഞത്. പോക്കിർത്തരം കാണിച്ചാൽ പിന്നെ എന്തോ പറയണ്ടേ? അല്ലെങ്കിൽ ഒരാൾ പറഞ്ഞ കാര്യം മാത്രം നോക്കരുത്. ഇങ്ങോട്ട് പറഞ്ഞത് ഒരു പൊണ്ട് കുറെ, മനസ്സിലായോ? അതെല്ലാം സ്വന്തമായിട്ട് മാന്യം കളിക്കുന്നുണ്ടല്ലോ കുറെ എണ്ണം. ഒന്ന് കാര്യം ഞാൻ ഒന്നും പറയുന്നില്ല. സ്വന്തമായിട്ട് മാന്യം കളിച്ച് മറ്റേ ഞമ്മിരിക്കുന്നവരൊക്കെ ഉണ്ടല്ലോ അതിന്റെ അകത്ത്. മറ്റേ ഇങ്ങനെ ഒരു ക്ലിപ്പ് ഉണ്ട്, മറ്റേ അവരുടെ ലൈവ് എന്ത് ടോക്സിക് ആ TJ അമ്മയ്ക്ക് വിളിക്കുന്നു. അയ്യോ, നിന്റെ വായിന്ന് മുത്താണോ പൊഴിയുന്നത് കുണ്ണെ? നീ മറ്റേ തെറി വിളിക്കാത്ത മാന്യം. ഈ കമ്മ്യൂണിറ്റിയുള്ള എല്ലാവർക്കും അറിയാം. ഇതിനുള്ള മറുപടിയാണ് ഇറ്റാച്ചി അവരും തുടക്കത്തിൽ കൊടുത്തത്. മനസ്സിലായോ? നിങ്ങളുടെ ചോദിക്കുക കാര്യമില്ല. ഒരു കാര്യം പറയാം, ഇതങ്ങാണ് ഓവർസീലോട്ട് പോയി ഡ്രാഗ് ചെയ്ത് ഊമ്പാനാണെങ്കിൽ മോനെ നിന്നെ പണ്ണ് ഞാൻ. മനസ്സിലായോ? ഞാൻ ആരെയല്ല പറയുന്നത്, ഈകളെ ഒന്നും അല്ല പറഞ്ഞത്. അവർക്ക് മനസ്സിലാവേണ്ടവർക്ക് ഇത് മനസ്സിലാവും. ഓവർസീ ഡ്രാഗ് ചെയ്യാനാണെങ്കിൽ സ്വന്തമായിട്ട് പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ് കൊണ്ടേ. പഴശ്ശിക്കോട് കഴിഞ്ഞിട്ട് നേരെ എനിക്ക് കമ്പനിയൊക്കെ തരുന്നത് ഫസ്റ്റ് ബ്രാവ സെന്റിമെന്റ്. എനിക്കല്ലാതെ ഇത്ര ഉള്ളായിരുന്നു പ്രൂഫ്. ഇതായിരുന്നു എക്സ്പോസ് ആയത്. ഇതാണോ ശരിക്കും ഞാൻ എക്സ്പോസ് ആയത്?
എടാ ഇത്ര ഉള്ളായിരുന്നു. അയ്യോ എക്സ്പോസ് ആയല്ലോ. ഞാൻ വിനീതിനെ വിളിച്ചിട്ട് ഒളിച്ചിരിക്കാൻ പറ്റിയ ഏതെങ്കിലും സ്ഥലം കേരളത്തിലോ പുറത്തോ വല്ലതും ഉണ്ടോ എന്ന് നോക്കട്ടെ. കണ്ടുപിടിക്കണമല്ലോ. നോക്കട്ടെടാ. സ്ഥലം എടാ വിനീതേ, എടാ ഒളിച്ചിരിക്കാൻ പറ്റിയ ഒരു നല്ല സ്ഥലം വേണോ കളിയാ? ഒരാഴ്ചത്തേക്ക് മുൻകൂർ ജാമ്യത്തിന് ഒരു വക്കീലും. നീ ഒന്ന് പെട്ടെന്ന് സെറ്റാക്കണേ. ഓക്കെ ശരി. ഇപ്പം എന്ത് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെല്ലാം കരിയർ എന്തായാലോ. കാര്യങ്ങൾ നീ ഈഗിളുമായിട്ട് ഡിസ്കസ് ചെയ്താണ്. അതില്ല നമ്മൾ ഞാൻ സത്യമായിട്ടുള്ള കാര്യമുള്ള പോലെ ശരിക്കും അറിയാം. ശരിക്കും ഞാൻ തന്നെ വിളിച്ച് പറഞ്ഞത്. അതിന് തൊട്ടടുത്ത കോൾ ശരിക്കും വിളിച്ചത്. എന്തോ ആയിക്കോട്ടെ, ഞാൻ എന്തോ രാവിലെ പക്ഷെ ഞാൻ പറയട്ടെ, ആ വോയിസ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഗുഡ് പോയിന്റ്സ് ആണ്. സീരിയസ്ലി അത് ഉണ്ടായിരുന്നു ഇവിടെ VC-യിൽ. അത് സീരിയസ്ലി അതൊരു പോയിന്റ് ആണ്, നല്ലൊരു പോയിന്റ് ആണ്. ആക്ച്വലി പുള്ളി പറഞ്ഞതിൽ ഒരുപാട് കാര്യമുണ്ട്. നമ്മൾ താങ്ങി നിൽക്കുന്നതുകൊണ്ടാണ് നമുക്ക് അതിന്റെ ആവശ്യമില്ല. പറഞ്ഞു കഴിഞ്ഞാൽ അറിയാത്ത കാര്യങ്ങളുണ്ട്. ഞാൻ ഈഗിൾ എന്താണ് പറഞ്ഞത്, ആൾക്കാരെന്തോ എന്നെ പറ്റി പറയുന്നത്, ഞാൻ അത് ഓൾറെഡി ക്ലാരിഫൈ ചെയ്താണ്. ഞാൻ പറഞ്ഞത് ഈഗിൾ പറഞ്ഞതിന്റെ അപ്പോഴൊക്കെ കേസ് ഇതൊന്നും ഇടാതെ ഞാൻ നോക്കിക്കോളാം. ഈ പറഞ്ഞ പോലെ നിങ്ങളെ ഈ ആരാധിക്കുന്ന സാധനങ്ങളൊക്കെ ഞാൻ പയ്യെ കുറച്ച് വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ഇവനെ പേടിച്ചിട്ടൊന്നുമല്ല. ഒരു നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യുമ്പോൾ നമ്മളെ ഗ്രൂപ്പിന്റെ സൈഡിൽ നിന്ന് അങ്ങനെ വരണ്ടാന്ന് എഴുതിയിട്ടാ. ഇവനോടൊന്നും ഒരു ഫ്രണ്ട്ഷിപ്പും കീപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. നാളെ മുതൽ എന്റെ അഭിപ്രായത്തിൽ മെമ്പേഴ്സ് ഇടരുത്, അഡ്മിൻസ് ഇടണം. രാവിലെ 2 കൊട്ട, ഉച്ചയ്ക്ക് 2 കൊട്ട, വൈകുന്നേരം 2 കൊട്ട, രാത്രി 2 കൊട്ട. മനസ്സിലായോ? സ്റ്റിക്കർ ഗ്രൂപ്പിൽ ഇട്ടോണം. അത് ഞാൻ റൂൾ ആക്കി കണ്ടിട്ടാണ്. അത് കാണിച്ചാ ഇവനെ ഞാൻ എന്റെ ഗ്രൂപ്പിന്റെ പ്രൊഫൈൽ പിക്കിനെ ഞാൻ കൊട്ട ആക്കാൻ പോവാ. അല്ല ഇവനൊക്കെ വാവ്, അതിന്റെ ഇടയ്ക്കൂടെ പലതന്തയ്ക്കുണ്ടായ ഒരുത്തം വന്നിട്ടുണ്ടായിരുന്നു. ഒരു പലതന്തയുടെ എൻട്രി ഉണ്ടായിരുന്നു അതിന്റെ ഇടയ്ക്ക്. ഇവനെ ഞാൻ എന്റെ ഗ്രൂപ്പിന്റെ പ്രൊഫൈൽ പിക്കിനെ ഞാൻ കൊട്ട ആക്കാൻ പോവാ. അല്ല ഇവനൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇവനെ പറ്റി ഇങ്ങനെയാണ് 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ഉച്ചയ്ക്ക് രാവിലെ 2 ഇടണം, ഉച്ചയ്ക്ക് 2 എടുക്കണം. കമ്മ്യൂണിറ്റി നന്നാക്കാൻ വന്നവന്മാരാ. എന്നെ വിളിച്ചുകൊണ്ട് പറയാ, മറ്റേ VC-യിൽ വിളിച്ചെടുത്തുകൊണ്ട് മറ്റേ ഇവനെല്ലാം ഇരുന്നുകൊണ്ട് ഷെയ്ഖിന്റെ ഡിസ്കോഡിൽ ഈഗിൾ സാരി എടുത്ത് നിൽക്കുന്ന ഫോട്ടോ എന്താ ഡിലീറ്റ് ആക്കാത്തത് എവിടെ നിന്ന് ഞാൻ പോയി നോക്കുമ്പോൾ അപ്പോൾ തന്നെ അത് അവന്മാർ കാണിച്ചതാണ്. അവന്മാരെ ഈ പറയുന്ന ഡിമോനോ ആരോ ഒരുത്തം വിളിച്ചുകൊണ്ട് ഇതേമാതിരി സ്ക്രീൻ ഷെയർ ചെയ്തുകൊണ്ട് കാണിച്ചത്. ഇത് ഷെയ്ഖിന്റെ ഡിസ്കോഡിൽ ഇതൊന്നും എന്താ മോണിറ്റർ ചെയ്യാത്തത്? ഇവന്റെ അല്ല ഞാൻ മോണിറ്റർ ചെയ്യണം. ഇന്റെ ഈ കുണ്ടൊന്നും മോണിറ്റർ ചെയ്യുന്നില്ല. ചാറ്റും പറയുന്നു, അവിടെ ഇരുന്നാണ്ട് അമ്പിന്നും മറ്റേ പറയുന്നെല്ലാം. എടാ ഈ തന്തയില്ലാത്തവൻ്റെ അടുത്ത് ഞാൻ പറയുവാണ്, ഒന്നുകൂടെ പറയുവാണേ ഗൈസ്. എൻ്റെ ഈ ഗ്രൂപ്പിലോ എൻ്റെ ഡിസ്കോഡിലോ ഞാൻ എപ്പോഴെങ്കിലും ഇവന്മാരുടെ ഫോട്ടോ വൾഗറായിട്ടുള്ള രീതിയിൽ പ്രസൻറ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു സാധനം ഞാൻ ലൈവിലെങ്കിലും കാണിച്ചിട്ടുണ്ടോ? ഞാൻ എവിടെയെങ്കിലും കാണിച്ചിട്ടുണ്ടോ? എൻ്റെ ഗ്രൂപ്പിൽ പോലും ഇടാൻ ഞാൻ സമ്മതിക്കത്തില്ല. എൻ്റെ ഗ്രൂപ്പിൽ പോലും ഇവനതിരുന്ന് കൺവേർട്ട് ചെയ്യണുണ്ടോ? ഇവനതിരുന്ന് കൺവേർട്ട് ചെയ്യുന്നുണ്ടോ? ഇവനതിരുന്ന് അതൊന്നും ഇവന്മാരും എന്റെ ഫോണിൽ ഒരു മെസ്സേജ് പോലും അയച്ചേക്കരുത്. മയിര് അൺഫോളോ മയിരെ നിന്നിട്ടുള്ള എല്ലാ ഒന്നുകൂടെ കുണ്ണ പൂമ്പല്ലേ ഞാൻ അധികം വന്നാണ്ട് മയിരെ നിന്നിട്ടുള്ള എല്ലാ ബന്ധം നിർത്തി. അങ്ങനെ എന്റെ ഫോണിൽ ഒരു മെസ്സേജ് പോലും അയച്ചേക്കരുത്. നീ ഡിവോഴ്സ് നോട്ടീസ് അയച്ചോ എനിക്ക്? മയിര് നിന്റെ ഫോണിലേക്ക് മെസ്സേജ് അയക്കാൻ നീ ആരാടാ ഏപ്പരാച്ചി? ഏടാ രാവിലെ ആവുമ്പോ കടി കുറുക്കിട്ട് രാവിലെ ആവുമ്പോ ഫ്രീ ആണോ വിളിക്കെന്നെ, എന്നെ ഒന്ന് വിളിച്ച് സംസാരിക്കാമോ, ഞാൻ ഒട്ടുമൊക്കെ അല്ല, എനിക്ക് ഗ്യാങ്ങിന്റെ കാര്യം ഡിസ്കസ് ചെയ്യാനുണ്ട് എന്നൊക്കെ പറഞ്ഞ് രാത്രിയിലൊക്കെ എന്നെ വിളിക്കണ കാട്ടമാടാ. നീ ആളടാ എന്നെ നിന്റെക്ക് മെസ്സേജ് അയക്കലെന്ന് പറയണേ. എടാ നിനക്ക് ഞാൻ അങ്ങോട്ട് എപ്പോഴേലും മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും തന്തേലാഴി കാണിച്ചത് ചോദിക്കാനാ, അല്ലാതെ നിന്നെ ഞാൻ എപ്പോഴേലും വിളിച്ചിട്ട് സുഖമാണോടാ നിനക്ക് സുഖമാണോ, എനിക്ക് TV-ക്കകത്ത് 2 റിക്രൂട്ട്മെന്റ് എടുക്കണം, കൺഫ്യൂഷൻ ഉണ്ട്, നീ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞ് നിന്നെ ഞാൻ എപ്പോഴേലും വിളിച്ചിട്ടുണ്ടോടാ മാക്കി? നീ ഇരുന്ന് പറയണ, നീ എന്തായിരുന്നു പറയണ? നീ ആരുടെ അടുത്താ പറയണേ എനിക്കിനി മെസ്സേജ് അയച്ചേക്കരുതെന്ന്? അതിന് മുമ്പ് ഒരു ദിവസം ഞാൻ ഇവനൊരു മെസ്സേജ് അയച്ചപ്പോൾ എൻ്റെ അടുത്ത് പറയുക, എന്നോടിത് വേണ്ടായിരുന്നു ഈഗിൾ, ഐ ഡിഡ്ന്റ് എക്സ്പെക്ട് ദിസ് ഫ്രം യു. എടാ ഇവന് ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ്റെ അടുത്ത് അത് അതിൻ്റെ തൊട്ട് മുമ്പത്തെ ഇഷ്യൂ എനിക്ക് ലൈവ് പറയാൻ പറ്റത്തില്ല. അറിയാലടാ നിനക്കും, അതറിയാലോ, നിനക്കും അറിയാലോ. അതുകൊണ്ട് അത് മിണ്ടാതിരുന്ന് കേട്ടോണം. മനസ്സിലായ? ഞാൻ അത് കഴിഞ്ഞതിന് ശേഷം എല്ലാ വട്ടം ഇവൻ എപ്പോഴും എൻ്റെ അടുത്ത് ഇത് ഈ പറയണത് പോലെ ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് വരും. ഓരോ കാര്യങ്ങളും
എന്നിട്ടെല്ലാം ഞാൻ അതിരുന്ന് പൊട്ടനെ പോലെ കേട്ടിട്ട് എനിക്ക് ഇപ്പം നിന്റെ വർത്താനം കൊണ്ട് നീ വരുന്നു. നീ മെസ്സേജ് അയച്ചേക്കരുതെന്ന്. നിനക്ക് പറച്ചിൽ കേട്ടാൽ തോന്നും നിനക്ക് മെസ്സേജ് അയച്ച് ഞാനങ്ങ് വരുവാന്നൊന്നും നിന്റെ അടുത്തോട്ട്. രാത്രിയാകുമ്പോൾ അവന് ഗ്യാങ് എങ്ങനെ തുടങ്ങണം, എന്നെ ആരെ എടുക്കണം എന്ന് പറഞ്ഞ് കരഞ്ഞോണ്ട് വരുന്ന കണ്ടി മെസ്സേജ് അയച്ചേക്കല്ലെന്ന്. നിന്നെ ഒരു പെണ്ണുമ്പിള്ളാണല്ലോ നീ. നിനക്ക് മെസ്സേജ് അയച്ച് വാടി ഷേക്കേ വാ എന്ന് പറഞ്ഞാൽ രാത്രി നിനക്ക് മെസ്സേജ് അയക്കാൻ. അൺഫോളോ അടിച്ചാൽ ഇൻസ്റ്റാഗ്രാമിൽ ഈ പുണ്ടച്ചിന്റെ ഇന്നത്തെ വർത്താനം കേട്ടിട്ട്. അയ്യോ ഒരു മിനിറ്റ്. പുള്ളി അൺഫോളോ അടിച്ച് ഞാൻ ഒരു ഫേസ് ക്യാം ഓഫ്. എന്നാലും ഞാൻ 1 മിനിറ്റ് 2 സെക്കൻഡ് നേരെ എണ്ണിട്ടിരിക്കുകയാണ്. എൻ്റെ ഒരു നെറ്റ്വർത്തിൻ്റെ ഒരു 50% ഇടിഞ്ഞ് താഴെ വീണ്. പുള്ളി അൺഫോളോ ചെയ്തുകൊണ്ട് എൻ്റെ ഒരു വാച്ചിങ് ലെവൽ അങ്ങ് ഒരു ലെവൽ ഓഫ് ഫാൻ ബേസ് കുറഞ്ഞു പോയി. ഞാൻ ഒരു 2 മിനിറ്റ് മൗന പ്രാർത്ഥന. പ്രാർത്ഥന കഴിഞ്ഞു. അല്ലേ നന്മ കൊണ്ടാ കമ്മ്യൂണിറ്റിയിലെ പാറി. ഇനി 960 നന്മ ഈ story കൊണ്ട് ഞാൻ നീയാണ്. കാണും. ശരിക്കാ പറഞ്ഞോ. എനക്കൊരു കാര്യം പറയാനുണ്ട്. ആ പറ. ഈ സിറ്റുവേഷൻ തുടങ്ങുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു പീഡിയിൽ കൺസൈൻമെന്റ് കളിക്കാൻ പോയി വന്നേ. ഒരു കൺസൈൻമെന്റ് 9 മണിക്കൂർ ലൈവാ. ഇവൻ പിന്നെയും പറഞ്ഞു കേട്ടെ. ഇവന്മാർ പിന്നെയും പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞാൽ മറ്റേ നമ്മളിത് പറഞ്ഞു തുടങ്ങിയത് ഇന്നലെ ഇത് പറഞ്ഞ് ഇതാക്കിയത് ഈ RS7 മറ്റേ സിറ്റുവേഷനിൽ വന്നതിൻ്റെ ബേസിലാണെന്നാണ്. ഇത് കുറച്ച് ദിവസമായിട്ട് പറയാതിരിക്കുക. ഇന്നലെ അല്ലെങ്കിൽ ഇന്ന് ഞാനിത് പറഞ്ഞേനെ. അറിയത്തില്ല എന്തോ സീൻ എന്തോ വേണ്ടാതെ എഴുതിയിട്ട് ഒരു ആവശ്യമില്ലാത്ത ഇവൻ ലൂപ്പിലേക്ക് ഇറക്കുകയാണ്. മനസ്സിലായി? ഇവനായിട്ട് ലൂപ്പിലേക്ക് ഇറക്കുകയാണ്. ഞാൻ എടുത്ത എന്തിനു ചെയ്യട്ടെ മയില്. അപ്പൊ ഞാൻ പറഞ്ഞുതരാം. എന്റെ വിചാരം ഞാൻ എന്തോ ഊമ്പനാണെന്ന് എഴുതിയാണ്ട് ഇന്നങ്ങ് തൊലിക്കാന്ന് എഴുതി പറഞ്ഞതാ തോന്നുന്നുണ്ടെന്നല്ലേ. ഞാൻ ഊമ്പൂല. മനസ്സിലായോ? ഞാൻ ഊമ്പാണ് ഇത് നിർത്തിയിട്ട് പോയാലും എനിക്കൊരു കേസും ഇല്ല മുത്തേ. ഞാൻ വേറെ പരിപാടി സെറ്റ് ആക്കിയിട്ടാ ഇതിമൊക്കെ ഇരിക്കാൻ വന്നത്. നീയൊക്കെ നിന്റെ സേഫ് ആക്കിക്കോ. എടാ അമ്പിക്കണ്ടി, നീ എന്താ വിചാരിച്ചത്? നിന്നെ പോലെ ഒരു ഇത്തിരി കണ്ടി വിചാരിച്ചാൽ പോകുന്നതാണെന്ന് ഈ സ്ട്രീമിംഗ് കരിയർ? നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിനക്ക് എന്താ ചെയ്യാൻ പറ്റുന്നേ? നീ ഒന്ന് ചെയ്ത് കാണിച്ചു തന്നെ എനിക്കൊന്ന് കാണട്ടെ. നിന്റെ വലിയേട്ടന്മാർ വന്നിട്ട് നടന്നിട്ടില്ല, പിന്നല്ലേ നീ മറ്റേ ഇത്തിൽ കണ്ടിയായിട്ടുള്ള നീ. ഫാൽക്കൻ ഇഷ്യൂ അതന്നെ. ഫാൽക്കന്റെ ഇഷ്യൂ എന്താ? ഫാൽക്കൻ ഒരു പ്രാവശ്യം ഇവന്റെ തന്തക്ക് വിളിച്ചു എന്ന് പറഞ്ഞിട്ട് ഫാൽക്കന് കൊടുക്കാത്ത കമ്മ്യൂണിറ്റിയിൽ ഒരു കുണ്ണാക്കി മാറ്റി ഫാൽക്കനെ. ഇവ ഇരുന്ന് എല്ലാരും തന്തക്കും തള്ളക്കും പോലും വിളിക്കുക, ഒരു പ്രശ്നമില്ല. അയ്യോ, നല്ലത് ചെയ്ത ഫാൽക്കൺ. നമ്മുടെ ഉപ്പ് സത്യാഗ്രഹത്തിന് ഗാന്ധിജിയുടെ കൂടെ ഇടത്തെ തോളി കൈയിട്ട് പോയ ഫാൽക്കൺ. ആ ഫാൽക്കണെ ആണല്ലോ ഞാൻ കമ്മ്യൂണിറ്റിയിൽ ഒരു ഇങ്ങനത്തെ ഒരു ഇതാക്കിയത്. എനിക്കതിൽ ഭയങ്കര വിഷമമുണ്ട്. ഗാന്ധിജി പോലും പൊറുക്കൂല എന്നോട്. എൻ്റെ അമ്മോ, ഗാന്ധിജി പോലും പൊറുക്കരുത്തില്ല എൻ്റെ അടുത്ത്. ഇവനെയൊക്കെ ഉണ്ടല്ലോടാ, ഇവനെയൊക്കെ എന്ത് ചെയ്യണം? അത് കഴിഞ്ഞിട്ട് ആ പെങ്കൊച്ചിനെ പറ്റി പറഞ്ഞ തന്തേലാഴിയൊക്കെ നിങ്ങൾ കണ്ടതല്ലേ? എന്നിട്ട് അവൻ എൻ്റെ അച്ഛനും പറഞ്ഞെന്ന് പറഞ്ഞ് ഞാൻ അവനെ കമ്മ്യൂണിറ്റി കുണ്ണയാക്കിയെന്ന്. ഞാൻ ഇതൊന്നും അല്ല. അണ്ണൻ ഇതിനൊന്നും ചിലപ്പോൾ റിപ്ലൈ തരില്ല. നിങ്ങൾ നോക്കിക്കോ. അണ്ണൻ നിന്റെ എല്ലാം തെറ്റിയടാ. നിന്റെ ഇതിനെല്ലാം റിപ്ലൈ തന്ന് എല്ലാം 3.5 മണിക്കൂറായി ഇവിടെ ഇരുന്ന് നിന്റെ എല്ലാ ഗുണത്തിനും ഞാൻ റിപ്ലൈ തന്നു. മനസ്സിലായോ? ബാക്കി പറ. ഒന്നും റിപ്ലൈ അത് വേറെ എന്തെങ്കിലും എന്താ പറയാ 777 അത് തെറ്റിപ്പോയല്ലോടാ ഷേക്കിപ്പോയല്ലോടാ കണ്ടി. ഞാൻ അതാ പറഞ്ഞത്, നീ ഞാനും തമ്മിൽ വ്യത്യാസം ഉണ്ടെന്ന്. ഞാൻ ഇവിടെ വരെ എത്തി. ഞാൻ ഇതിനെല്ലാം റിപ്ലൈ പറഞ്ഞ് ഇവിടെ വരെയാണ് വന്നത്. തെറ്റിപ്പോടാ കണ്ടി. എനിക്ക് കൂട്ടത്തിലുള്ള പയ്യന്മാർക്ക് പറയാനുള്ളതും പറഞ്ഞ് ഈ 777 എന്ന് 999 നിന്റെ കണ്ടിയെ പറ്റിയും പറഞ്ഞ് ഞാൻ എല്ലാത്തിനുള്ള റിപ്ലൈ പറഞ്ഞു. നിന്റെ കൂട്ട് അതാ ഞാൻ പറഞ്ഞത്, നിന്റെ കൂട്ടുള്ളൊരു ബീരു ശിഖണ്ഡിയല്ല ഞാൻ. മനസ്സിലായ? ഞാൻ എല്ലാത്തിനും റിപ്ലൈ പറഞ്ഞു. പോയിന്റ് റിപ്ലൈ പറഞ്ഞു. 666 അവന്റെ സ്റ്റോറിക്കൊക്കെ ചിലപ്പോൾ ഇന്നിരുന്ന് അങ്ങനെ അതായിരിക്കും ഇന്നത്തെ കണ്ടന്റ്. മനസ്സിലായോ? അല്ലാതെ ഇതിനൊന്നും ചിലപ്പോൾ മറുപടി ഒന്നും ഉണ്ടാവില്ല. ഇതിനൊന്നും പറ്റി ഒന്നും പറഞ്ഞ് വെളുപ്പിക്കാൻ കഴിയൂല. നീ വെളുപ്പിക്കാൻ കഴിയൂലെന്ന്. രാത്രി 2:55 8271 പേര്. നിങ്ങൾ വെളുത്തോ ഗൈസ് ഇത് കേട്ടിട്ട്? അല്ല, ഇത് കേട്ടിട്ട് ഞാൻ എക്സ്പോസ് ആയോ? അതായത് ഞാൻ എങ്ങനെയാണ് ഞാൻ ഇത് എനിക്ക് വെളുപ്പിക്കാൻ പറ്റിയില്ല. നിങ്ങൾ കൺവിൻസ്ഡ് ആയോ? എനിക്ക് കൺവിൻസ്ഡ് ആയോ എന്ന് പറഞ്ഞാൽ മതി. ഇല്ലെങ്കിൽ ഞാൻ കുറച്ചുകൂടെ വെളുപ്പിക്കാം. വെളുത്തു അത്രയേ ഉള്ളൂ. വെളുത്തിട്ട് പാറി അത്രയേ ഉള്ളടാ. അതായത് ഞാൻ പറഞ്ഞേ, ഇതൊന്നും വെളുപ്പിക്കാൻ പറ്റൂലെന്ന് അവൻ പറയുക. ഇവൻ ഇത് പറയണത് ഇത് എക്സ്പോസിങ് ആയത്. അപ്പൊ ഞാൻ ബാക്കിയുള്ളത് ഞാൻ കാണിക്കാം. കോട്ടെ വേറെ ഉണ്ട്, വേറെ ഇഷ്ടം പോലെ ഉണ്ട്. രണ്ടെണ്ണം ഞാൻ ഇങ്ങോട്ട് മാറ്റിട്ടുള്ള ഫോട്ടോ ഇത് കാണണ്ടെന്ന് എഴുതിയിട്ട് ഈ വീഡിയോസിൽ കുറെ റെക്കോർഡ് ഉണ്ട്. നീ കാണിക്കുന്ന മാത്രമേ നിനക്ക് ഓർമ്മയുണ്ടാവുള്ളൂ ഷെയ്ക്കേ. നീ കാണിക്കുന്ന മാത്രമേ നിനക്ക് ഓർമ്മയുണ്ടാവുള്ളൂ. നിനക്ക് അത് മാത്രമേ ഇപ്പോഴും ഓർമ്മയുള്ളൂ. ഞാൻ ഇപ്പോഴും പറയാം. ഈ ഭീഷണിയിൽ എനിക്ക് ഒരു പേടിയില്ല.
എനിക്ക് ഒരു പേടിയില്ലാത്ത കൂട്ടത്തിലാണ് ഈ ഭീഷണി. നീ ഇനി ആരുടെ എന്ത് കൊണ്ടുവന്നാലും എനിക്കൊരു പേടിയില്ല. എന്തോന്ന് അറിഞ്ഞൂടാ, എനിക്ക് അറിഞ്ഞൂടാ. നിൻ്റെ ഈ ഭീഷണി എനിക്ക് പേടി വരുന്നില്ല ശരിക്കും. അതെന്താ എനിക്ക് പേടി വരുന്നില്ല നിൻ്റെ ഇതിൽ? നിനക്ക് എന്താ കാണിക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഒന്ന് കാണിച്ചേ. എനിക്ക് പേടി വരുന്നില്ല. പ്ലീസ് ഒന്ന് കാണിക്കാവോ? അരുൺ സ്റ്റീഫൻ ബ്രോ പുള്ളി വെളുത്തിട്ട് പാറിയിട്ട് 5 മെമ്പർഷിപ്പ് ഊരി അടിച്ച്. ഊമ്പല്ലേ, മനസ്സിലായ? നിനക്കൊരു തോന്നലുണ്ട് നീ എന്തോ വലിയ പുണ്യാണെന്നുള്ളത്. അത് ഞാൻ മാറ്റിത്തരാം. നീ മാറ്റിത്താ. നീ നന്ദയ്ക്ക് പറഞ്ഞതാണ്, നീ മാറ്റിത്താ. എടാ ഇവനെ വിശ്വസിച്ചിട്ട് പറഞ്ഞു പോകണം. എന്ത് പറയണെങ്കിലും ഇവനെ വിശ്വസിച്ചിട്ട് പറഞ്ഞു പോകണം. അത്രേ ഉള്ളൂ. അത്ര മാത്രം കൺവേർട്ട് ആക്കാൻ ആക്കട്ടെ മയിര്. ഞാൻ പറഞ്ഞില്ലേ ഇത് എന്ത് എടാ ഇവനെ വിശ്വസിച്ചിട്ട് പറഞ്ഞു പോകണം. എന്ത് പറയണെങ്കിലും ഇവനെ വിശ്വസിച്ചിട്ട് പറഞ്ഞു പോകണം. അത്രേ ഉള്ളൂ. അത്ര മാത്രം കൺവേർട്ട് ആക്കാൻ ആക്കട്ടെ മയിര്. ഞാൻ പറഞ്ഞില്ലേ ഇത് ഞാൻ പറയട്ടെ, എനിക്ക് മറ്റേ ഈഗിളുമായിട്ട് ഡയറക്റ്റ് എനിക്ക് തീരുന്നില്ല. ഞാൻ ഞങ്ങൾക്ക് വലിയ കോൺടാക്ട്. വിപ്സിയാണോ അത് പറഞ്ഞേ? പോടാ പോടാ. വിപ്സി അങ്ങനെ പറയൂല. വിപ്സി അങ്ങനെ പറയൂല ഗൈസ്. വിപ്സി അങ്ങനെ പറയൂല. വിപ്സി ആയിരിക്കത്തില്ല. കോൺടാക്ട് ഇല്ല, അങ്ങനെ ഇഷ്യൂസ് ഇല്ല. അതുകൊണ്ട് ഞാൻ അതിലൊന്നും പറഞ്ഞു. പക്ഷേ കുറച്ച് കുണ്ണാളുണ്ട് ഷെയ്ക്ക്. പറയാം സൈറ്റിക്കായിട്ട് പറയാമാരുണ്ട്. അത് ബ്ലേക്ക് ആണ്. ബ്ലേക്ക് എന്ന് പറഞ്ഞ വണ്ടിയാന്ന് തോന്നുന്നത്. വിപ്സി അല്ല. വിപ്സി അങ്ങനെ പറയൂല. റോളക്സ് ബ്രോ താങ്ക് യു സോ മച്ച് സബ്. റോളക്സ് ബ്രോ താങ്ക് യു. കാര്യം പറയുന്നത് ഇവിടെ മറ്റേ ഇപ്പൊ നമ്മൾ പറയുന്ന പറഞ്ഞാൽ അവിടെ പോയി എന്നെ അപരാധിക്കാനോ പൂമ്പാനോ നിന്ന ഞാൻ സീരിയസ് ആയിട്ട് പറയാം. ഞാൻ കുറെ നാളിന് മിണ്ടാതിരിക്കും. ഒന്നാമത്തെ കാര്യം കുറെ നാളെന്ന് വെച്ചാൽ കുറെ നാൾ പറ്റുന്നതിന്റെ ഒക്കെ കൂടുതൽ ഞാൻ ഉണ്ടായിരുന്നു. ഇനി അപരാധിക്കണം. നീയൊക്കെ കൂടി പോയ ഓസി റാഗി എന്നെ തള്ളക്കി വിളിക്കാൻ പറ്റും, തന്തയ്ക്ക് വിളിക്കാൻ പറ്റും. അല്ലാതെ കഞ്ചാവ് കേസും പറക്കേസോ ആ കേസ് ഈ കേസൊന്നും ഇല്ല എനിക്ക്. എനിക്കത് കോൺഫിഡൻസ്. അല്ലല്ല നീയൊക്കെ ഊമ്പാനാണ് ഓസി പറയാനാണെങ്കിൽ നീയൊക്കെ കൂടി പോയ. എടാ ദിഗോടെ നിനക്കും നിന്റെയൊക്കെ അവിടുത്തെ കൊച്ചു പിള്ളേരില്ലേ, ആ കണ്ടികൾക്ക് എന്നോട് ചെയ്യാൻ പറ്റുന്ന മാക്സിമം അതാ. മനസ്സിലായ? ഈ ചീത്ത വിളിക്കുക, പാറയിൽ പേര് കണ്ടുപിടിച്ച് പറയുക. അതിൻ്റെ അപ്പുറത്ത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതിൻ്റെ അപ്പുറത്ത് ഒന്നും നിനക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. മനസ്സിലായ? നീയൊക്കെ അതൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊണ്ടുപോവാ. ഞാൻ ധൈര്യത്തോടെ പറയുക, കൊണ്ടുപോവാ നീ. തെറി വിളിക്കാൻ പറ്റും. അതിൽ കൂടുതൽ നിനക്ക് ഊമ്പാൻ പറ്റില്ല. അതുകൊണ്ട് ഈ പറയുന്ന മറ്റേ അവിടെ പോയി മിസ്റ്റർ പെർഫെക്റ്റ് കളിക്കുന്നവരൊക്കെ ഉണ്ടല്ലോ, ഞാനും കൂടെ ഉണ്ടായിരുന്ന ഇവിടെ ഉള്ള പലരും കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ നീയൊക്കെ ആലോചിച്ചോ ഊമ്പ്. മനസ്സിലായോ? നീയൊക്കെ ഇപ്പുറത്തുനിന്നാണ് അങ്ങോട്ട് നീയൊക്കെ പോയത്. അപ്പം കൂടെ ഉള്ളവന്മാരുടെ കുറെ കാര്യങ്ങളും ഇവിടെ നിന്ന് അപരാധിച്ചിട്ട് അവിടെ പോയി മിസ്റ്റർ പെർഫെക്റ്റ് കളിക്കുന്നൊക്കെ ആലോചിച്ചോ. ഊമ്പല്ലേ? മനസ്സിലായോ? നേരത്തെ പറഞ്ഞ എനിക്ക് സ്റ്റേറ്റ്മെന്റ് മാറ്റുന്നില്ല. മറ്റേ ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാൻ മറ്റേ രാഷ്ട്രീയം ചോർത്തി കൊടുത്തതിന്റെ വോയിസ് ഒന്നല്ല എന്തെങ്കിലും ഈ ആപ്പിൽ എന്തെങ്കിലും മുമ്പിയ സാധനം ഉണ്ടാവുള്ളൂ. ഇന്ന് അവരാധിക്കാണെങ്കിൽ അത് വെച്ചാൽ അവരാധിച്ചാൽ നമുക്ക് എന്ത് മയിലാണ് ഇവിടെ. അല്ല ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിലോട്ടും പോയ ബോംബിന്റെ കാര്യമല്ലല്ലോടാ നീ ഇത്ര നേരം ഇരുന്ന് പറഞ്ഞേ. RPയുടെ കാര്യം നീ എന്നെ വെളുപ്പിനെ വിളിച്ചിരുന്ന് പറയണ കാര്യമല്ലേ നീ ഇത്ര നേരം അവരാധിച്ചത്. അപ്പൊ തിരിച്ചു പറയുമ്പോൾ എനിക്ക് RP അല്ലാതെ ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലോട്ട് സാമാനം വിട്ടതിന്റെ കാര്യം പറയാൻ പറ്റുമോ? എടാ ഇവന് ബുദ്ധിയില്ലടാ ഇവന്. എന്താ ഞാൻ പറയട്ടെ കൈസ്, ഇത് എന്താ സംഭവം എന്ന് പറയട്ടെ. മറ്റേ 5ാം ക്ലാസ്സിലെ പിള്ളേർ ഇവരിങ്ങനെ തീയൊക്കെ ഇടും ചാറ്റിൽ. തീയൊക്കെ ഇടുമ്പോൾ ഇത് കാണുമ്പോൾ ഇവൻ മോട്ടിവേറ്റ് ആവും. ഞാൻ മാസം തന്നെ, ഞാൻ മെസ്സേട്ടായി. അന്നേരം അടിക്കുന്ന മാസം ഇതൊക്കെ. അക്ഷയ് ബ്രോ താങ്ക് യു സോ മച്ച് സബ്സ്ക്രിപ്ഷൻ. വിപ്സിയാണത്. എടാ ശരിക്കും വിപ്സിയാണോ പറഞ്ഞേ? VC സൗണ്ട് ഓണാക്ക്. VC സൗണ്ട് ഓണോ? ഇവിടെ ആരും മിണ്ടായിരിക്കുന്നത് അവര്. അല്ലടാ എനിക്ക് തോന്നുന്നില്ല വിപ്സി. അത് വിപ്സിയാണോടാ? അത് തീർക്കാൻ പറ്റില്ല. നീ ഒരു ഗെയിമായിട്ട് കാണാൻ പറ്റില്ല. അല്ലാതെ മറ്റേ അവൻ അങ്ങനെ പേര് വിളിച്ചെന്ന് പറയും മിസ്റ്റർ പെർഫെക്റ്റ് കളിക്കില്ല. നീ ഊമ്പല്ലേ? നീ ഒരു പുണ്യം പറയും. പക്ഷേ പറയിപ്പിക്കരുത്. മനസ്സിലായോ? വീട്ടിൽ നീയൊക്കെ പറഞ്ഞിട്ടുള്ള പകുതിയാണ് 10%. പക്ഷേ ഈ പോയത് ഡയോസിൽ തന്നെയാണ്. അത് 4 ഗെയിമിലുള്ളത്. നമ്മൾ റിക്രൂട്ട്മെന്റ് എടുക്കുന്ന സമയത്ത് നോർമലി നമ്മളാണ് അങ്ങോട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നത്. വേണ്ട നമുക്ക് ഗോജോശ്രീ അമ്പിപ്പുണ്ടെന്ന് പറഞ്ഞില്ലേ? ഞാൻ കാര്യം പറയാം. നീ പോയിട്ട് നിന്റെ അണ്ണന്റെ അടുത്ത് പറ, ഗോജോശ്രീ എന്ന് പറഞ്ഞ കുണ്ണയായ നീ ഇവിടെ വന്ന് കമന്റ് ഇടുമ്പോൾ ഞാൻ കുണ്ണയായ നിന്നെയാണ് ഞാൻ തെറി പറയേണ്ടത്. മനസ്സിലായോ? അല്ലാതെ TVനും അത്രേ ഉള്ളൂ. അവൻ കുണ്ണയാണെന്ന് അവൻ തന്നെ സമ്മതിച്ചു. അതാണ് ക്ലൈമാക്സ്. കഴിഞ്ഞ അതാ വീഡിയോ അത്രേ ഉള്ളൂ. അവൻ കുണ്ണയാണെന്ന് അവൻ തന്നെ സമ്മതിക്കുന്നതാണ് ക്ലൈമാക്സ്. സെൽഫ് പ്രൊക്ലൈംഡ് ഞാൻ തന്നെ പറയുന്നു ഞാനൊരു കുണ്ണയാണ് എന്ന് പറഞ്ഞിട്ട് അവൻ അത് അവസാനിപ്പിച്ചതാണ് നിങ്ങളിപ്പോൾ കണ്ടത്. അപ്പോൾ ഇതാണ് പുള്ളി പറഞ്ഞ എക്സ്പോസിങ്. മനസ്സിലായോ? പുള്ളി ഇന്ന് പറഞ്ഞ പുള്ളിയുടെ എല്ലാ കണക്കുകൂട്ടലും തെറ്റിപ്പോയി. പുള്ളി പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ന് വേറെ മാറ്റർ പറയും, വേറെ ഇത് പറയും, വേറെ ഇതാക്കും എന്നൊക്കെ
നൈസ് എക്സ്പോസിങ് ബ്രദർ. ബ്രോ ഒരു കാര്യം ചെയ്താൽ മതി, എൻ്റെ കാസറ്റിൻ്റെ ഫോട്ടോ വീട്ടിൽ പൂജിച്ച് വെച്ചിട്ട് അവനെ അച്ഛനോട് വിളിക്കും. എക്സ്പോസിങ് ആൾക്കാരോട് ഒരു ദൈവം പുള്ളിയാണല്ലോ, അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും സെറ്റപ്പ് പരിപാടി പിടിക്കും. എടാ പോയി വല്ല ഇതിന് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യടാ, സ്വന്തമായിട്ട് പോയി എന്തെങ്കിലും എന്തെങ്കിലും കാര്യം ചെയ്യ്. സ്വന്തമായിട്ട് സ്വന്തം ഗ്യാങ്ങിൻ്റെ പേരിൽ ഒരു ഡിസിഷൻ സ്വന്തമായിട്ട് സ്റ്റേണായിട്ട് എടുക്കാനുള്ള ഒരു നട്ടല്ലെങ്കിലും കൊണ്ടുപോവാ. അല്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ്യും, നേരെ പോയിട്ട് T47 അവന്മാരെ അച്ഛാന്ന് വിളിക്ക്. ദാമുവിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് പൂജാമുറി വെച്ച് സാമ്പ്രാണി കത്തിക്ക്. നിന്നെ കൊണ്ട് അത്രേ പറ്റുള്ളൂ. ഇത് ഞാൻ ലാസ്റ്റായിട്ട് പറയുക, ഇത് ഞാൻ ഇവിടെ നിർത്തുക. ഞാനിതിവിടെ നിർത്തുക. ഇനി റിയൽ ലൈഫിലോ ഇതിനകത്തോട്ടോ എനിക്കൊരു കോൺടാക്റ്റ് മെയിൻറ്റെയിൻ ചെയ്ത്, കാരണം എനിക്ക് ഇങ്ങനത്തെ ആൾക്കാരുമായിട്ട് കോൺടാക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒട്ടും ഇഷ്ടമല്ല ആളല്ല. എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. എനിക്ക് ഇങ്ങനത്തെ ആൾക്കാരെ അടുത്ത് സംസാരിക്കാനും ഇതാക്കാനും താല്പര്യമില്ലാത്ത ഒരാളാണ്. എനിക്ക് ഇങ്ങനത്തെ ആൾക്കാരുടെ അടുത്ത് നേരിട്ട് കാണുമ്പോൾ ഒന്ന് ചിരിച്ച് കാണിക്കാൻ പോലും ബുദ്ധിമുട്ടുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ പറയുക, ഇത് ഞാനിവിടെ നിർത്തുക. ഇത് നാളെ വീണ്ടും ഇതിൻ്റെ ബാക്കിൽ നീരുന്ന അവരാ നിൻ്റെ ഭീഷണിയൊക്കെ കയ്യിൽ മതി. നീ അങ്ങനെ പേടിച്ചിട്ടൊക്കെ എന്തെങ്കിലും പറയുവാണെന്നുള്ള തെറ്റുകാരണം നിനക്കുണ്ടെങ്കിൽ അത് വെറുതെയാണ്. ഞാനിതിവിടെ നിർത്തുക. നിനക്ക് ഇഷ്ടമുള്ളത് കാണിക്കാം, നിനക്ക് എന്ത് വേണം കാണിക്കാം. നീ അത് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇനി വന്നിട്ട് മറ്റേ OC ഭീഷണിയൊക്കെ വന്നാൽ ബാക്കി സംസാരിക്കുന്നത് ആരൊക്കെയായിരിക്കും നിനക്ക് അറിയത്തില്ല. അത് വേണ്ട, അത് നീ വിട്. അതൊന്നും എനിക്ക് പ്രശ്നമില്ല. നീ എന്താണെന്ന് വെച്ചാൽ നിനക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്തോ. പക്ഷേ നിനക്ക് ഞാൻ ഒരു പട്ടിത്തീട്ടത്തിൻ്റെ വില ഇന്നോട്ട് തരുള്ളൂ, മനസ്സിലായോ? പട്ടിത്തീട്ടത്തിൻ്റെ വിലയെ നിനക്ക് തരത്തുള്ളൂ, സിറ്റിക്കകത്തും ഇവിടെ വെളിയിലാണെങ്കിലും എവിടെയാണെങ്കിലും. കാരണം ഒരുപാട് വിശ്വസിച്ച് പോയി നിന്നെ. നീ കേൾപ്പിച്ചു കൊടുത്ത ഓഡിയോ വിവരമുള്ള ആര് കേട്ടാലും അവർക്ക് മനസ്സിലാവും നീ അതിനകത്ത് എന്തൊക്കെ മൂളിയിട്ടാണ് ഞാൻ അവിടെ ബാക്കി പറഞ്ഞേക്കുന്നതെന്ന്. അതിനകത്ത് എക്സ്പോസ് ആവാൻ ഒന്നുമില്ല. എനിക്ക് ലൈവിലിരുന്ന് പറയാൻ ധൈര്യമുള്ള കാര്യങ്ങൾ തന്നെയാണ്. പറയാനല്ല, ലൈവിലിരുന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളത്. തൊപ്പിയെ പറ്റിയായാലും TG പറ്റിയായാലും എല്ലാം പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. T47 പറ്റി എന്ത് നല്ല അഭിപ്രായം പറയാന്മാർ ഇവിടുത്തെ മറ്റേ പൂജാരികളാണ്. ഗൈസ് എനിക്കത് വിപ്സി ആണോന്ന് അറിയത്തില്ല, വിപ്സി ആണോന്ന് അറിയാതെ ഞാൻ പറഞ്ഞില്ല. എന്നാലും വിപ്സി ആണെങ്കിൽ അവനത് പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യങ്ങൾ ഞാൻ അവന് എതിരെ ഒന്നും ചെയ്തിട്ടില്ല. ഈ കഴിഞ്ഞ ദിവസം കൂടി ഞാൻ അവനോട് സംസാരിച്ചൊരു ഇതിനാണ്. കഴിഞ്ഞ ദിവസം അതെങ്ങനെയാണ് അവനോട് സംസാരിച്ചെന്ന് അവനറിയാം. അപ്പോൾ ഇത്രേ ഉള്ളൂ ഗൈസ്, എനിക്ക് ഇത്രേ പറയുള്ളൂ. ഞാനിതിവിടെ നിർത്തുക, ഞാനിതിവിടെ വിടുവാണ്. ഈ കാര്യം ഇവിടെ വിടുവാണ്. ഇതിൽ കൂടുതൽ എനിക്ക് വേറെ ഒന്നും പറയാനില്ല. ബാക്കി പറയാനുള്ളവന്മാരൊക്കെ എന്തോന്ന് വെച്ചാൽ ഇരുന്ന് പറഞ്ഞോട്ടെ. ഈ കണ്ടികൾക്ക് ഞാൻ എൻ്റെ ഒരു വിലയേറിയ സമയം ഞാൻ ഇതിനുവേണ്ടി കളയത്തില്ല. ഇന്ന് ഞാനത് വെറുതെ വന്ന് അത് ചെയ്തിട്ട് പോയിരുന്നെങ്കിൽ നിങ്ങൾ ഓഡിയൻസിനും മടുപ്പായേനെ. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് വന്ന് ആർപ്പിയും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ഞാനിത് വന്ന് പറഞ്ഞത്. 3 മണിയായി. ചിലപ്പോൾ ഒരു കോള് വരും എനിക്ക്. 2 മിനിറ്റ് കൂടെ നിന്നാൽ ചിലപ്പോൾ ഒരു കോള് വരും. 3:30 ആകുമ്പോഴത്തേക്കിനാണ് പുള്ളിക്ക് ഗ്യാങ്ങിനെ പറ്റി ഓർമ്മ വരുന്നതേ. ഫോർസ എടാ ഞാൻ ചത്ര 3 മണിയായടാ. 9:45 തുടങ്ങിയതാടാ. 9:45 തുടങ്ങിയതാ. അപ്പോൾ ഇനി ഏത് വന്ന് ആര് വന്ന് കുണച്ചാലും എനിക്ക് അതെടുത്ത് വെച്ച് ഇനി റിപ്ലൈ കൊടുക്കേണ്ട ആവശ്യവും താല്പര്യവും എനിക്കില്ല. അപ്പോൾ ഞാനിത് ഇവിടെ വെച്ച് നിർത്തുക. ഇനി ഇവൻ്റെ ഭാഗത്തുനിന്ന് ബാക്കിയായിട്ട് വരുന്നെങ്കിൽ നമുക്ക് അന്നേരം നോക്കാം. വേറെ തൽക്കാലം എന്തായാലും എനിക്കിതിൻ്റെ ബാക്ക് ടു ബാക്ക് അവരാതെ ഇടാനുള്ള താല്പര്യമില്ല. കാരണം ഇവന്മാർക്ക് അത് ചെയ്താലേ എക്സിസ്റ്റൻസ് ഉള്ളൂ, എനിക്കത് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ താങ്ക് യു. ഇത്രയോ കാര്യങ്ങളെ പറയാനുള്ളൂ. എടാ ഞാൻ ലൈവ് നിർത്തിയിട്ട് വരാവേ.